ഇതിനകത്ത് സിംഗിളായിട്ട് ഗൗരി മാത്രമേ ഉള്ളൂ? നമ്മളെല്ലാരും സീൻ്റെ മൂഡിലാണ് നിൽക്കുന്നത്. അവസരം കിട്ടിയോ? ഈ പേപ്പർ ഒരു ഏടിയുടെ പോക്കറ്റിൽ ഇരിക്കുക, അത് ഷൂട്ട് ഉച്ചയ്ക്ക് തീർക്കണം. ഒറ്റ എയർപോർട്ട് ഇട്ട് നടക്കുന്നത്. ഞാൻ പറയാം ഇതിന്റെ പേരെവിടെയെന്ന് വെച്ചാൽ സീനിൽ നമ്മൾ ഫുള്ളി ഇൻവോൾവ് ആണ്. ഇപ്പൊ അല്ല, നമ്മൾ മെന്റലി അവിടെ അല്ല. അപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ സിനിമയിൽ ഈ ഒരു കരിയർ ചൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ മേ ബി ഈവൻ ഐ വുഡ് പ്രോബബ്ലി ബീങ് പെർസ്യൂയിങ് മൈ കരിയർ ആൻഡ് ലുക്കിംഗ് അഹെഡ്. ഒരു അബ്രോഡ് പോകുന്നത്, ആ ഒരു ഐഡിയ, എസ്പെഷ്യലി ബീങ് എ വുമൻ, ദി ഐഡിയ ഓഫ് ഫ്രീഡം. മൂവിയിലാണെങ്കിൽ നമ്മളൊരു ലോങ് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ ഡയലോഗിൻ്റെ ഇടയിൽ അത് ഇടിച്ചിൽ പോകും. പക്ഷെ സീരീസിൽ ചിലപ്പോൾ അത് വെക്കാൻ പറ്റും എന്ന് അദ്ദേഹം പറഞ്ഞു. നീ ഇത്ര കഴിവുള്ളവനായിരുന്നല്ലേ? ഞാൻ വെറുതെ കളിയാക്കി പണ്ട്. ഒരു അസൈൻമെന്റ് ചെയ്യുന്ന പോലത്തെ സ്കൂളിൽ പഠിക്കുന്ന ഓർമ്മ വരും എനിക്ക്. രാവിലെ നീറ്റ് പോയി മറ്റേ സീനൊക്കെ എടുത്ത് നോക്കി, മറ്റേ ലിപ്സിംഗ് രാവിലെയാ എന്റെ ക്യാരക്ടർ ഞാൻ പിടിച്ചേക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലെന്നുള്ളൂ. ജഗദീഷ് ഒടുവിലാൻ എല്ലാവരും പിടിച്ചിട്ടാണ് ഞാൻ ഒരു കളി കളിച്ചേക്കുന്നത്. ഈ ഏജ് ഗ്രൂപ്പുകളുള്ള എല്ലാവർക്കും ഇതിനെ പല രീതിയിൽ ഈ റിലേഷൻഷിപ്പ്, ഇതിനകത്ത് ഇഷ്യൂസ് നോക്കി കാണാൻ പറ്റും. അപ്പം നമ്മൾ ഒരു മെസ്സേജ് അങ്ങനെ ഒന്നും പുട്ട് ഫോർവേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ നമ്മുടെ സീരീസ് ഭയങ്കര സംഭവമല്ലേ ഇപ്പം? ചരിത്രത്തിൽ ആദ്യമായി ഹലോ ആൻഡ് വെൽക്കം എവറിബഡി ടു ദ ഷോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ടീം ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. ആൻഡ് വെൽക്കം ഗൗരി, വെൽക്കം വിനോദ് ദുബായ്, വെൽക്കം പപ്പൻ, വെൽക്കം ജിജി, ആൻഡ് വെൽക്കം ഡയറക്ടർ സാറിയ വിഷ്ണു. ആൻഡ് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, യു നോ ഗൗരി കിഷൻ, നീരജ് മാധവ് ആൻഡ് അജു ആൻഡ് ഓഫ് കോഴ്സ് ആനന്ദ്. അപ്പോൾ വെൽക്കം എവറിബഡി ടു ദ ഷോ. ആൻഡ് ഞാൻ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എനിക്ക് ആദ്യം കിട്ടിയ ബ്രീഫ് റോം കോം ആണ്. അപ്പോൾ ഞാൻ ആ ഒരു ലെൻസിലൂടെയാണ് ഞാൻ ആദ്യം ഈ 2 എപ്പിസോഡ്സ് എന്നുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അത് ഞാനത് കണ്ടിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ലെൻസിലൂടെയാണ് കണ്ടത്. പക്ഷേ വെൻ ഐ സ്റ്റാർട്ടഡ് വാച്ചിങ് ആൻഡ് ഇറ്റ് റിയലി വർക്ക്ഡ് ഫോർ മീ ഓണസ്റ്റ്ലി. ഞാനത് വർക്കായി. ആൻഡ് വൺ പിവട്ടൽ റീസൺ എനിക്ക് വർക്കായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റൊമാൻറ്റിക് കോമഡി ആണെങ്കിൽ പോലും പല ഏജ് ഗ്രൂപ്പ്സിനെയും പല ആസ്പെക്ട്സിലൂടെയാണ് ഈ റിലേഷൻഷിപ്പിനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഒരു NRIയുടെ ആസ്പെക്റ്റിലൂടെ നോക്കാം, അല്ലെങ്കിൽ അച്ഛനമ്മമാർ അവരുടെ ഒരു ടോക്സിക് പാരൻറ്റിങ്ങോ കൺട്രോളിങ് ഇഷ്യൂസിൻ്റെ കാര്യം, ഒരു ഗൾഫ് മലയാളിയുടെ പ്രശ്നങ്ങൾ, ഒരു ഇൻഡിപെൻഡൻറ്റ് വുമൻ്റെ പ്രശ്നങ്ങൾ, പല രീതിയിലും. പിന്നെ നമ്മുടെ അമ്മാവന്മാരുണ്ടല്ലോ, ചേട്ടന്മാർ, സഹോദരന്മാർ, അവരുടെ പേഴ്സ്പെക്റ്റീവ് വളരെ ഭംഗിയായിട്ട് ഇതെല്ലാം ഒന്നിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വിഷ്ണു. സോ kudos to all of you. And ആദ്യത്തെ ചോദ്യം, നിങ്ങൾ ഈ ലവ് എന്നൊക്കെ പറയുമ്പോൾ just to break the ice, just to have some fun, അജു വർഗീസിനോട് തന്നെ ഞാൻ ആദ്യം ചോദിക്കട്ടെ, പ്രണയം എന്ന വികാരത്തെ എങ്ങനെ കാണുന്നു അജു? നല്ല വികാരം, നന്നായി തന്നെ കാണുന്നു. ഞാൻ ആയാമിനെ വിളിച്ചിട്ട് ഇങ്ങനെ പുറകെ നടക്കുക ഞാൻ കുറേ നാളായിട്ട്. ബട്ട് ഇതിൻ്റെ ഒരു കോർ ഇതെന്ന് വെച്ചാൽ സ്നേഹം, പ്രണയം എന്നുള്ളതാണ്. ആൻഡ് വിഷ്ണു, വെൻ യു കൺസീവ് ദ ഷോ, ഇത് റോംകോം ആയതുകൊണ്ട് തന്നെ വളരെ ട്രിക്കിയും കൂടിയാണ്. മനസ്സിൽ എന്തായിരുന്നു ദ കോൺസെപ്റ്റ്? അത് ഫൈനലി എന്ത് തരത്തിലുള്ള ഓഡിയൻസിനെ റീച്ച് ചെയ്യണം എന്നോ, അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കണം ഒരു ഇമോഷണൽ കോഷ്യൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ദി ഓഡിയൻസ്, അതെന്തായിരുന്നു മനസ്സിലൊരു? ഇതിനങ്ങനെ ടാർഗറ്റ് ചെയ്തൊരു ഓഡിയൻസ് ആക്ച്വലി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് 4 ലെയർ ഓഫ് ആൾക്കാരുണ്ട്. ഗൗരിയുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ഒരു പ്രണയമുണ്ട്, അവരുടെ ഔട്ട്ലുക്ക് ഇസ് ഡിഫറെൻറ്റ്. നീരജിൻ്റെ ഏജിലുള്ള എന്തായാലും ഒരു 5 years ഓഫ് ഏജ് ഗ്യാപ്പ് ഉണ്ട് ഇവർ തമ്മിൽ. ആ തോട്ട് പ്രോസസ്സ് ഇസ് ഡിഫറെൻറ്റ്. പപ്പൻ എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സാണ്, കണ്ടു കാണുമല്ലോ. പിന്നുള്ളത് വീട്ടുകാരുടെയാണ്. അപ്പം എൻ്റെ ഒരു കോൺസെപ്റ്റ് വാസ് ഒരു ലേണിങ് അൺലേണിങ് പ്രോസസ്സ് ഇല്ലേ, അത് കുറച്ചുകൂടെ പപ്പൻ്റെ ഏജിൽ സംഭവിച്ചേക്കാം. പക്ഷേ വീട്ടുകാരങ്ങനല്ല, അത് റിജിഡാണ്. ആകാതിരിക്കാം, പക്ഷേ കോമൺലി റിജിഡ് ആണല്ലോ. അപ്പോൾ ഈ ഏജ് ഗ്രൂപ്പുകളുള്ള എല്ലാവർക്കും ഇതിനെ പല രീതിയിൽ ഈ റിലേഷൻഷിപ്പ്, ഇതിനകത്ത് ഇഷ്യൂസ് നോക്കി കാണാൻ പറ്റും. അപ്പം നമ്മൾ ഒരു മെസ്സേജ് അങ്ങനെ ഒന്നും പുട്ട് ഫോർവേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം 4 രീതിയിലുള്ള ചിന്താഗതി ഇതിനകത്ത് 4 ലെയർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഐഡിയലി
ശ്രമിച്ചത്. നീരജിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീരജിന് ഈ റൊമാൻസ് ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് തോന്നുന്നു. കാരണം എനിക്ക് സുന്ദരി ഗാർഡൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടാണ്. ആൻഡ് അത് നല്ല രസമായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്യാരക്ടർ നല്ല ഭംഗിയായിട്ട് ചെയ്തു. ഹിയർ വിനോദ് ഓൾസോ സ്ട്രൈക്സ് ദാറ്റ് കോഡ് റൈറ്റ്. വിനോദിനെ കുറിച്ച് മനസ്സിൽ എന്തായിരുന്നു സങ്കല്പം ആൻഡ് വാട്ട് വാസ് എ ബ്രീഫ് ഗിവൻ ടു യു? സോറി ടു ഇൻറ്ററപ്റ്റ്, ഞാൻ ആക്ച്വലി നീരജിൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ സുന്ദരി ഗാർഡൻസ് കണ്ടിട്ടാണ് പൊതുവിൽ ഞാൻ ഈ ലവ് സ്റ്റോറീസ് ചെയ്തത് കുറവാണ്. പറയുന്ന പൈപ്പിൻ ചോട്ടിലെ പ്രണയം പോലും അതിൽ പ്രണയത്തെക്കാൾ പ്രാധാന്യമുള്ള വേറൊരു പൊളിറ്റിക്കൽ കോസും വെള്ളത്തിൻ്റെ കഥയൊക്കെ പറയുന്നതുകൊണ്ട് ഉണ്ട്. ലവ് സീൻസ് ഇല്ലെന്നല്ല, പ്രോബ്ലി ദാറ്റ് ഈസ് മൈ ഓൺലി ലവ് ഇൻട്രസ്റ്റ് ദാറ്റ് ഐ ഹാഡ് ഇൻ മൈ മൂവീസ്. അതിനുശേഷം സുന്ദരി ഗാർഡൻസ് ആണ്. അപ്പോൾ അതിൽ കുറേ കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പ്രണയമായിരുന്നു. ഒരു സ്കൂൾ മാഷ്. ഫാമിലി മാനിലും നല്ലൊരു ലവ് സ്റ്റോറി. ഐ മീൻ ലവ് ചതിയുടെ കഥയാണ്. ചതിയുടെ കഥ. അപ്പം ഇതിലേക്ക് വന്നപ്പം ഏറെക്കുറെ നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ പരിപാടി തന്നെയാണ്. ഈ കഥാപാത്രങ്ങളൊക്കെ എനിക്ക് അറിയുന്ന പോലെ തോന്നി എനിക്ക്. നമ്മൾ ഈ ദുബായിലും ഇതിലൊക്കെ പോകുമ്പം നമ്മളെ ഇതുപോലുള്ള ഈ ആളുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു ഇത് കൊണ്ടുവരുമ്പോൾ ഞാൻ RDX കഴിഞ്ഞ് നിൽക്കുകയാണ്, അതിൻ്റെ ഒരു ചോരത്തിളപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഫുള്ളി ഇങ്ങനെ ഒരു ടേൺ എടുക്കാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അല്ലെ പരിപാടി എനിക്ക് റൈറ്റിങ് ഭയങ്കര ഇഷ്ടമായി, പക്ഷേ എനിക്കിപ്പോൾ ഇതാണോ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എൻ്റെ ഒരു ഹെഡ് സ്പേസ് ഇതല്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഹെഡ് സ്പേസ് അതല്ല എനിക്കറിയില്ല. ഇത്രയും മുടിയൊക്കെ ഉള്ള സമയമാണ്, അപ്പോൾ എന്തായാലും വേറെ മൂഡിലാണ്. മുടിയുണ്ട് നെഞ്ചൊക്കെ ഓ അതെല്ലാം കഴിഞ്ഞിട്ട് നഞ്ച കയ്യിൽ വച്ചിട്ടില്ല, പിടി ചെല്ലുമ്പോൾ നഞ്ചൊക്കെ നിൽക്കുക. അല്ല, എൻ്റെ ഒരു പെർസെപ്ഷന് ഞാൻ ഈ ഹ്യൂമറും ഈ എന്താ പറയുക പ്രണയമൊക്കെ ഇറ്റ്സ് മൈ കംഫർട്ട് സ്പേസ്, എനിക്കത് ചെയ്യാൻ പറ്റും. അപ്പം വേറെ കുറേ ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ളൊരു മൂഡിൽ നിൽക്കുകയാണ്. അങ്ങനെയാണ് മറ്റേ പടത്തിൽ ആക്ഷനൊക്കെ പിടിച്ച്. അപ്പം വിഷ്ണു വന്നിട്ട് പറഞ്ഞു, ഓക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആലോചിക്കാം. അപ്പം ഞാനൊരു വ്യക്തതയില്ലാതെ ഇങ്ങനെ നിൽക്കുമ്പം ഐ വാസ് ആക്ച്വലി കൺഫ്യൂസ്ഡ്, ഇപ്പോൾ ഇത് ചെയ്യണോ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് നീരജിന് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റിയ ചില പരിപാടികളുണ്ട്, അതായത് ഈ കഥാപാത്രത്തിൻ്റെ ഒരു ഇന്നസെൻസും അയാളുടെ ഒരു നിസ്സഹായതയും അത് ഇമോട്ട് ചെയ്യാൻ തനിക്ക് കൃത്യമായിട്ട് പറ്റുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇന്നായി. കാരണം നമ്മളൊരു ആർട്ടിസ്റ്റ്, ഒരു ഡയറക്ടർ നമ്മളിൽ നിന്ന് ഈ ക്യാരക്ടറിനെ കാണുന്നുണ്ട് എന്ന് പുള്ളി ഭയങ്കര ഓണസ്റ്റായിട്ട് പുള്ളി ഒരു എന്തുകൊണ്ടാന്ന് പറയാമോ? ആക്ച്വലി ഫസ്റ്റ് എപ്പിസോഡിൽ കാണുന്ന ക്യാരക്ടർ അല്ല ലാസ്റ്റ് എപ്പിസോഡിൽ കാണുമ്പോൾ. അപ്പോൾ മൈ ഐഡിയ വാസ് ലാസ്റ്റ് എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇൻ ദ ഓപ്പണിംഗ് എപ്പിസോഡ് ഷുഡ് നോട്ട് ബി ഇൻ യുവർ മൈൻഡ്. അത് വേറെ ഏതെങ്കിലും സിനിമയിലൊരു ക്യാരക്ടറിനെ പോലെ അങ്ങ് ഗ്രാഫ് ഗ്രാജുവലി കഥയിൽ മാറുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് ചെയ്യുന്ന നീരജനെ നമ്മൾ കണ്ടിട്ടുണ്ട്, 6ാമത്തെ എപ്പിസോഡ് തീരുന്ന നീരജനെ ഈ സുന്ദരി ഗാർഡൻസിലും കാണുന്നുണ്ട്. അപ്പോൾ ആ 2 ഗ്രാഫും ഫുൾ ഓഫ് ചെയ്ത് കാണുന്നുണ്ട്. പക്ഷെ ഒരു പടത്തിലത് കൊണ്ടുവരാൻ പറ്റിയാൽ നല്ലതല്ലേ എന്നുള്ളത്. അപ്പോൾ എനിക്കതിൽ ആഡ് ചെയ്യാനുള്ളത്, ഞാൻ ആദ്യത്തെ 2 എപ്പിസോഡ് വെച്ച് കണ്ടിട്ടുണ്ടെന്നല്ലേ പറയാം. അപ്പോൾ അത് എനിക്കറിയില്ല, ആ വേർഷൻ നിങ്ങളുടെ ലവ് സ്റ്റോറി എനിക്കറിയില്ല. ഞാൻ കണ്ടതൊക്കെ വീട് വയ്ക്കാൻ കഷ്ടപ്പെടുന്ന ഒരു വിനോദിനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വേർഷൻ മാത്രമേ എനിക്കറിയാവൂ. അപ്പോൾ എനിക്ക് ഈ വേർഷൻ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ സത്യം പറഞ്ഞ നീ അതനുസരിച്ചിട്ട് പറ്റിച്ചല്ലേ. പറ്റിക്കുന്ന ഒരു കോയമ്പത്തൂരിലെ റോളാണ് ശരിക്കും വേറൊരു ഉസ്താദാണ് ദുബായില് വേറെ ആളാ, പരമേശ്വരൻ വേറെ ആളാ, ഉസ്താദ് പരമേശ്വരൻ. അല്ലേ? ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ബി കോൺഫിഡൻറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, ആ 2 വാക്കിലേ ഞാൻ കംപ്ലീറ്റ്ലി ജിജിക്കുള്ള ബ്രീഫ് എന്തായിരുന്നു? ആൻഡ് ഗൗരി എസ്പെഷ്യലി, ഗൗരിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഗൗരി ഇപ്പം പല പെൺകുട്ടികളും പോകുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അതിപ്പോൾ എറണാകുളത്ത് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ, ദുബായ് ആണെങ്കിലും US ആണെങ്കിലും, ഈ ഒരു ട്രാൻസിഷൻ, ആ സെപ്പറേഷൻ ഫ്രം ഫാമിലി, ഒട്ടോണമി എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് കഴിഞ്ഞാൽ എപ്പോഴും ചാലഞ്ചാണ് പെൺകുട്ടികൾക്ക്. അപ്പോൾ ഗൗരി എന്നുള്ള ക്യാരക്ടർ വളരെ റിലേറ്റബിൾ ആയിരുന്നു. ആൻഡ് വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ലാച്ച്ഡ് ഓൺ ടു ദ ക്യാരക്ടർ? അബ്സല്യൂട്ട്ലി. ഇത് എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള, ഇപ്പം എനിക്ക് തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ കൂടെ ചെന്നൈ പഠിച്ച് നൗ ഷീസ് ഇൻ ദുബായ് വർക്കിംഗ് ആസ് എ ഫാഷൻ ഡിസൈനർ. ഇപ്പം ഞാൻ സിനിമയിൽ ഈ ഒരു കരിയർ ചൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ മേ ബി ഈവൻ ഐ വുഡ് പ്രോബബ്ലി ബീങ് പെർസ്യൂയിങ് മൈ കരിയർ ആൻഡ് ലുക്കിംഗ് അഹെഡ്, ഒരു അബ്രോഡ് പോകുന്നത്. ആ ഒരു ഐഡിയ, എസ്പെഷ്യലി ബീങ് എ വുമൻ, ദി ഐഡിയ ഓഫ് ഫ്രീഡം, ആ ഒരു എന്താ പറയുക, ബ്രേക്കിംഗ് അവേ ഫ്രം ഹോം എന്ന് പറയുന്ന നോട്ട് ഇൻ എ നെഗറ്റീവ് ആസ്പെക്ട്, ബട്ട് ഐ തിങ്ക് restrictions അതെ, നമ്മൾക്ക് ആ ഒരു കുറച്ചൊരു ട്രാപ്ഡ് സംഭവം, ഒരു
പെൺകുട്ടികൾക്കുള്ള ഒരു എന്താ പറയുക റൂൾസും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫിൽ നിന്ന് സ്വന്തം എന്താ പറയുക ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എനിക്കിഷ്ടമുള്ള പെർസ്യൂ ചെയ്യാനുള്ളൊരു ഫ്രീഡം. സോ അത് ഗൗരി എന്ന് പറയുന്ന ക്യാരക്ടർ, എൻ്റെ പേരുള്ള ഒരു ക്യാരക്ടറിന് തന്നെ എനിക്ക് പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇതിനകത്ത് സിംഗിൾ ആയിട്ട് ഗൗരി മാത്രമേ ഉള്ളൂ? ഉണ്ടോ? നീ എന്തിനാ ആലോചിക്കണേ? അല്ല ഞാൻ ഈ ഇത് സീരീസിനെ പറ്റി പറയുകയാണോ അതോ ജീവിതത്തെ പറ്റി പറയുക? ക്യാരക്ടർ അല്ല ചോദിച്ചത്. അല്ല റിയൽ ലൈഫില് സിംഗിൾ ആയിട്ടുള്ള നിങ്ങൾ രണ്ടുപേരാണ്. ആനന്ദ് ഞാനും. ദാറ്റ് ബ്രിങ്സ് മീ ടു പപ്പൻ. ഈ ഫസ്റ്റ് സീൻ ഉണ്ടല്ലോ, അതെങ്ങനെയാ കൺവിൻസ് ചെയ്ത് അജുവിനെ കൊണ്ട്? ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു. ആയ്. അന്ന് പറഞ്ഞില്ല ഉച്ചയ്ക്കാ അജുവിനോട്? പറഞ്ഞെ, ഇതില് മുണ്ട് ഉടുതുണി. അല്ല പിന്നെ അതിൽ ബോക്സസ് ഉണ്ട്. പക്ഷെ ആ സീൻ എങ്ങനെയാണ് കൺവിൻസ്ഡ് ആയോ അജു? പപ്പൻ അങ്ങനെ ഒരു അല്ല ടോക്ക് ഇപ്പൊ വന്നില്ല. ആ ഫോൺ എവിടെ വേണമെങ്കിലും വീഴായിരുന്നു അതെ അല്ലേ? അതെ. അതിപ്പോ കുളിമുറിയിൽ കുളിക്കുന്നിടത്ത് വീഴായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വാഷ് ബേസിനിൽ എവിടെയെങ്കിലും വേണമെങ്കിൽ വീഴായിരുന്നു. പക്ഷെ അത് അവിടെ തന്നെ എന്തുകൊണ്ട് വീണു എന്നുള്ള ചോദ്യമാണ് എനിക്ക്. പുള്ളിയുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അല്ല നിങ്ങൾ ആരുടെ ഫോൺ വീണിട്ടില്ല? അല്ല ഒരു ദിവസം ഞങ്ങൾ വേറെ ഏതോ ഇതിൽ ഒറ്റ എയർപോർട്ട് ഇട്ട് നടക്കുന്നത്. നിന്റെ പേരെവിടെയെന്ന് വെച്ചാൽ അതായത് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ട്രാവൽ കഴിഞ്ഞിട്ട് വന്ന് വണ്ടിയിൽ നിന്ന് വന്നപ്പോൾ വെളുപ്പിനെ എത്തിയേ നെടുമ്പാശ്ശേരിയിൽ നിന്ന്. അപ്പം ജാക്ക് ആൻഡ് ജില്ലിൻ്റെ ഷൂട്ടാണ്. ഹരിപ്പാട് പോയി ഒന്നിറങ്ങി. അപ്പോൾ ഒരെണ്ണം എണീറ്റപ്പോൾ കാണുന്നില്ല, ഒരെണ്ണം ഇല്ല. പോയി വണ്ടിയിലുണ്ടാവും. പക്ഷെ ഭയങ്കര എന്താ ട്രാവൽ സിക്കാണ്. അപ്പം ഷൂട്ടും ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് പോയി റെഡിയാവും. ഞാൻ പോയി ഇങ്ങനെ നിന്ന് അപ്പോൾ ഇങ്ങനെ ഇരുന്നിങ്ങനെ എണീറ്റപ്പോൾ ഡ്രസ്സിലുണ്ടായിരുന്നു, അതൊക്കെ പോയി. അയ്യോ പിന്നെ അങ്ങ് ഫ്ലഷ്. എൻ്റെ ഫോൺ പോയിട്ടുണ്ട്. ആണോ? പക്ഷെ അങ്ങ് നമ്മൾ ഈ സിനിമയിൽ കാണിക്കുന്ന പോലെ ചിന്തിക്കൊന്നുമില്ല. ഇത് പോകുന്ന പോറെ കൈ അപ്പം തന്നെ പോകും. അത് എത്തുന്നതിന് മുമ്പ് കൈ ആദ്യം എത്തും. നമ്മൾ റിഫ്ലെക്സ് ആണ് അത്. ബ്രഷൊക്കെ പോയാൽ നമ്മൾ വിട്ടേക്കും. എടുത്ത് പറഞ്ഞേ അത് ഞാൻ പറഞ്ഞു, എൻ്റെ പോയിട്ടുണ്ട് ബ്രഷ്. തിരിച്ചെടുത്ത പോലെ പുള്ളിയുടെ അനുഭവത്തിൽ ബ്രഷാ പോയത്. അപ്പൊ ഞാൻ വിട്ടു. ഓ ഫോൺ അത് ശരിക്കും ആക്ച്വലി അല്ലേ നമ്മൾ ഡെയിലി ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്. എനിക്ക് എല്ലാ തവണയും ഞാൻ ശ്രദ്ധിക്കും. ഇത് ഫോൺ വയ്ക്കുമ്പോൾ എല്ലാ തവണയും ആലോചിക്കും. നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് മനോഭാവം ഒരു തവണ വീടുന്ന വരെ ഉള്ളൂ ഇത്. ഈ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് മനോഭാവം നല്ലതല്ല. ബാത്റൂമിൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. ഇല്ല, ഈ കേരള ക്രൈം ഫയൽസിൽ ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ള റോളൊക്കെ ചെയ്ത് അതിന് ശേഷം ഞാൻ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയും കണ്ടു. എനിക്ക് അതിനകത്തെ ഭയങ്കര വെറുപ്പിക്കലാൾ. ഓക്കെ, ഇതുപോലെ നമുക്ക് ദേഷ്യം തോന്നുന്ന ഒരു ടീച്ചർ. ഈ സീരീസിൽ എന്തായാലും എനിക്കൊരു സംശയം തോന്നി, ഇയാളെ വെറുക്കണോ അതോ ഇതൊരു പാവത്താനാണോ അതോ എന്താണ്, എവിടെയാണ് പിടിക്കേണ്ടത്, ഏത് സൈഡിലേക്ക് പോകണം? വാസ് ഇറ്റ് ടൈറ്റ് റോപ്പ് ഫോർ യു ആ ക്യാരക്ടറൈസേഷൻ? ബിക്കോസ് യു നെയിൽഡ് ഇറ്റ് റിയലി വെൽ. ഇതില് പേപ്പറിൽ ഈ ക്യാരക്ടർ വെൽ ഡിഫൈൻഡാ. സ്ഥാനാർത്ഥിയും ഇയാളെ എഴുതിയേ, അയാളും കൂടെ എഴുതിയിട്ടുണ്ട്. അതെ, അത് ക്യാരക്ടേഴ്സ് വെൽ റിട്ടൺ ആണ്. ഇപ്പം ഓദറിൻ്റെ സപ്പോർട്ടുണ്ട് ഈ രണ്ട് ക്യാരക്ടേഴ്സിനും. അത് വരുമ്പം ആക്ടേഴ്സിന് ആക്ച്വലി നമുക്ക് അവരോടൊപ്പം സഞ്ചരിച്ചാൽ മതി. നമുക്ക് അതിൽ ഒരുപാട് നമ്മൾ റിസർച്ചിൻ്റെ ആവശ്യം വരാറില്ല. ബിക്കോസ് ദേ വെരി ക്ലിയർ നമ്മളിൽ നിന്ന് എന്താ വേണ്ടതെന്നുള്ളത്. അത് എടുക്കുന്നവരെ കൊടുത്ത ബ്രീഫിലും ആ ലൈക്കബിലിറ്റി ഉണ്ടെന്ന് തന്നെയാണ് അല്ലേ പറഞ്ഞത് നമ്മളങ്ങനെ. ഇയാളുടെ പിന്നെ എനിക്ക് വളരെ റിലേറ്റബിൾ ആയിരുന്നു. ഇപ്പോഴത്തെ ഈ പറഞ്ഞ് വളരെ യുവതലമുറയായിട്ട് ഡിസ്കണക്റ്റ് ആയി നിൽക്കുന്ന ഒരുത്തരാണ്. അപ്പോൾ നാച്ചുറലി അത് എനിക്ക് വളരെ കറക്റ്റായിട്ട് എനിക്ക് ചേർന്നു. പിന്നെ ഈ പറഞ്ഞ ഒരു ആ വൈബ്, ഒരു വസന്തം സോ കോൾ തന്ത വൈബൊക്കെ ഇന്റൻഷനലി ടോക്സിക് അല്ലല്ലോ. അല്ല, പെണ്ണുകാളിലൊക്കെ പോകുമ്പോഴേ ആ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കാണുമ്പോൾ എനിക്ക് അടിപൊളിയാണ്. അതൊക്കെ സ്പോണ്ടേനിയസ്ലി എഴുതിയ ഡയലോഗ്സ് ആണ്, സ്ക്രിപ്റ്റഡ് ആണല്ലേ? അതേ പറഞ്ഞേ, നീരജ് ഇത് കമ്മിറ്റ് ചെയ്യാൻ ഒരു റീസൺ പറഞ്ഞിരുന്നു. അന്ന് എന്നോടും പറഞ്ഞിരുന്നു വെൽ റിട്ടൺ ആയിരുന്നു ഡയലോഗ്സ് ഒക്കെ അതൊക്കെ. അപ്പോൾ അത് സ്ക്രിപ്റ്റിലെ സംഭാഷണങ്ങൾക്ക് വളരെ ഹ്യൂമർ ഇതുണ്ടായിരുന്നു. അതുപോലെ ഈ ഓപ്പണിംഗ് സീക്വൻസിലും ആ ടൈപ്പ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ആ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സുഖം, അത് പോസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ വളരെ ചെറിയ ചെറിയ ന്യൂവാൻസ്ഡ് എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ചുറ്റും കാണുന്നതാണല്ലോ. ചുറ്റും കാണുന്നതാണ്. ഇപ്പം അമ്മാവന്മാരെ കൊണ്ട് നടക്കാൻ വയ്യ ഇപ്പോഴത്തെ പിള്ളേർക്ക് അല്ലേ?
അതുപോലെ ഷോർട്സ് ഇട്ടിട്ട് ഗൗരി വരുമ്പോഴത്തെ ആ ഒരു എക്സ്പ്രഷനും എല്ലാം ആ പപ്പൻ ഇസ് നൈസ്ലി എച്ച്ഡ്. എനിക്ക് ഈ 2 എപ്പിസോഡ്സിൻ്റെ ബേസിസിലാണ് ഞാൻ കാണുന്നത്. ബട്ട് ബ്രിങ്ങിങ് ടു എ ലാർജർ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഇതിനകത്തൊരു സബ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഈ ടോക്സിക് പാരൻറ്റിങ് അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് പേരൻസ് എന്നുള്ള ഒരു എലമെൻറ്റാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു കാസ്റ്റിംഗ് ഹാസ് എ വെരി ബിഗ് റോൾ ഇൻ ഇറ്റ്. ഞാൻ ഈയിടയ്ക്ക് കണ്ട സിനിമ ഓഫ് കോഴ്സ് പൊന്മാനിലും ആ കാസ്റ്റിംഗ് ഇസ് വാട്ട് വർക്ക്. ഇവിടെയും എനിക്ക് കാസ്റ്റിംഗ് വളരെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്തത് നീരജിൻ്റെ അച്ഛനാണ്. ഭയങ്കര രസമാണ് ആ കഥാപാത്രം. വാട്ട് ഡിഡ് യു തിങ്ക് അബൌട്ട് കാസ്റ്റിംഗ് ആൻഡ് എങ്ങനെയാണ് ഈ ആൾക്കാരെ സെലക്ട് ചെയ്തത്? വാട്ട് വാസ് എ പ്രോസസ്? ക്ലിയർലി ഓഡിഷൻ 1 മന്തോളം സെർച്ച് ചെയ്തു. കൊള്ളാവുന്ന എല്ലാവരെയും വിളിച്ച് 2-3 റൗണ്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഇവരെല്ലാവരും ഒരു 1 മന്തോളം സീൻസ് എല്ലാം എനാക്ട് ചെയ്ത് നോക്കി. അപ്പോൾ അവരൊരു നല്ലൊരു കംഫർട്ട് സ്പേസിലെത്തി. ഷൂട്ടിന് വരുന്നതിന് മുൻപേ അവർക്ക് ഫുൾ സ്ക്രിപ്റ്റിൽ എല്ലാ സീനും ആ മീറ്ററിൽ പെർഫോം ചെയ്യുന്നവരെ നമ്മൾ പെർഫോം ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് അങ്ങനെ കറക്ഷൻസിൻ്റെ ആവശ്യമില്ല, അവർക്ക് ആ മീറ്റർ അറിയാം. അപ്പം അങ്ങനെ ആ ടീസ് ആക്കിയിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്യാൻ. ഈ അച്ഛന്മാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്താ അസോസിയേഷൻ്റെ കാര്യം പറഞ്ഞു, അതൊക്കെ നമ്മുടെ റിയൽ ലൈഫ് നമ്മുടെ ഒരു അർബൻ എലമെൻറ്റിൽ നമ്മൾ സ്ഥിരം കാണുന്ന കാര്യം. അസോസിയേഷനിൽ എന്തായിരുന്നു ഒരു നല്ല രസമാണ്. എന്തായിരുന്നു അസോസിയേഷൻ ഗ്രൂപ്പിലെ പോരുകോഴികൾ. ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ ഡേ ടു ഡേ കാണുന്ന ഈ അസോസിയേഷൻസിനകത്ത് കിടന്ന് തല്ലുണ്ടാക്കുന്ന 2 പേര് കാണും. സോ ദാറ്റ് ഹാസ് വർക്ക് റിയലി വെൽ. ഈ സ്ക്രിപ്റ്റിംഗ് എത്ര നാളെടുത്തു? വാട്ട് വാസ് ദ പ്രോസസ് ബിഹൈൻഡ് ഇറ്റ്? കുറച്ച് സമയം എടുത്തു. ഇത് ഞാനൊരു 8-10 ഡ്രാഫ്റ്റ് ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന ഡയലോഗ് ഇതൊക്കെ അങ്ങ് വന്നത് ഇതിങ്ങനെ വോയിസ് ഡബ്ബാണോ? അല്ലല്ല, അജുവേട്ടൻ്റെ ആണോ? നമ്മള് ഫോണിൽ പറയുന്നത് പേരൻസ് തമ്മിൽ തല്ലാന്ന് എനിക്ക് പറഞ്ഞിരുന്നു. പിന്നെ വേറെ ഒരെണ്ണമുണ്ട്, കഷ്ടകാലത്തിനാണ് വീട് വെക്കുന്നതും കല്യാണം കഴിക്കുന്നത്. കഷ്ടകാലത്തിലാണ്. ഇതിൻ്റെ എൻറ്റയർ എസെൻസ് ഇസ് ലൈഫ്. അപ്പോൾ ഞാൻ എഴുതാൻ തുടങ്ങിയ സമയത്തും ഒരു ഡയലോഗ്, ഒരു വാക്ക് പോലും ഓവർ ദ ടോപ്പ് നിൽക്കരുത്. നമ്മൾ നോർമലി പറയാത്തതായിട്ടുള്ള ഒരു വേർഡ് വരരുത്. അപ്പോൾ ചില വാക്കുകൾ മലയാളത്തിൽ പറയുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഓടായിട്ട് പോകും. നമ്മളത് അപ്പോഴേ റിയലൈസ് ചെയ്യുന്നത് ആ വാക്ക് നമ്മൾ ഒരിക്കലും മലയാളത്തിൽ പറയില്ല, നമ്മൾ ഇംഗ്ലീഷിലേ പറയും. അപ്പോൾ അങ്ങനെ കൊളോക്കിലി പറയുന്ന സ്ഥലത്ത് ഇംഗ്ലീഷ് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ എവിഡൻലി ഇൻറ്റൻഷനലി അങ്ങനെ എഫേർട്ട് എടുത്ത് വളരെ നോർമലൈസ് ചെയ്ത് പിടിച്ച ഡയലോഗ്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നത്. നമ്മുടെ ഷർഫു നമ്മുടെ ഷോയിൽ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്യാനാണ് പ്രയാസം. കോംപ്ലിക്കേറ്റഡും ലെയേഴ്സുമായിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷേ അത് സിംപ്ലിഫൈ ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ ഈ ഒരു റോം കോം എന്ന് പറഞ്ഞൊരു ജോണർ തന്നെ സിമ്പിളായിട്ടുള്ളൊരു ജോണറാണ്. അതുകൊണ്ട് തന്നെ അത് വർക്ക് ചെയ്യുക, അതിൻ്റെ കോമിക് ടൈമിങ്ങും എല്ലാം വർക്ക് ചെയ്യുക is always very difficult. Personally for you, Gauri, each of you, നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന നിലയ്ക്ക് തോന്നിയത്? I'll start with you, Gauri. ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഇഫ് ഒരു ഡയലോഗ് ഇല്ലാത്ത സീനാണെങ്കിൽ പോലും ദാറ്റ് ക്യാൻ ബി പ്രോബബ്ലി ദ മോസ്റ്റ് ചാലഞ്ചിങ് തിങ് യു ഷുഡ് ബി ഡൂയിങ്. ബിക്കോസ് ഒരു ഏജൻസി ഇല്ലാത്തൊരു, ബട്ട് അറ്റ് ദ സെയിം ടൈം ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് യു ആർ നോട്ട് എ പാർട്ട് ഓഫ് ദ സീൻ. അപ്പോൾ ഈ പ്രോജക്റ്റിൽ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ബട്ട് ജനറലി ഐ ഹാവ് നോട്ടീസ് ദാറ്റ് not having to do anything is sometimes hard, but എത്രയും നമ്മൾ ആ ഒരു സീനിൽ ഇൻവെസ്റ്റ് ആവുന്നോ then it won't seem hard for you. അന്ന് മിനിങ്ങാന്ന് ഞാൻ കോമഡി ആയിട്ട് പറഞ്ഞതാണ്. പക്ഷേ വിഷ്ണുവിൻ്റെ റൈറ്റിങ്ങിൽ ഒരു സീനിൽ ഇങ്ങനെ എഴുതി ദാറ്റ് എൻ്റെ ക്യാരക്ടർ ഗൗരി കുളിക്കാൻ ഒരുങ്ങി എണ്ണയൊക്കെ തേച്ച് ഒരുക്കുണ്ടായിരുന്നോ? ആ സീൻ റെഡി ആവാൻ പോകും. ഞാൻ വെച്ച് എന്നെ പോലെ ഉണ്ടെന്ന്. ഞാൻ കുളിച്ചോണ്ടിരിക്കുന്നു. ഓ അല്ലല്ല, ഞാനും കുളിക്കുന്ന സിനിമ, ഞാൻ കുളിക്കുന്നതിനിടയിൽ അമ്മ റിയലൈസ് ചെയ്തത് എല്ലാവരും കുളിക്കണോ? നിങ്ങൾ ജിജി മാത്രം കുളിച്ചില്ല. ജിജി വെള്ളം കുടിക്കുന്നുണ്ട്, അത് ഇഷ്ടം പോലെ കുടിക്കുന്നുണ്ട്. നീ എന്റെ മാത്രമല്ല അവളുടെയും കുളിച്ചു. ഇല്ലില്ല, എൻ്റെ കുളിക്കാനുള്ള തയ്യാറെടുപ്പ് എണ്ണയൊക്കെ തേച്ച് വീട്ടിൽ നിന്ന് ഐ എം ജസ്റ്റ് ഗെറ്റിംഗ് റെഡി ഫോർ എ ബാത്ത് എന്നുള്ളൊരു സമയത്താണ് ഒരു കണ്ടിന്യൂവേഷൻ ഉള്ളത്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ഇറ്റ് ഫെൽറ്റ് ഗുഡ് ബിക്കോസ് ഒരു ഓർക്കസ്ട്രേറ്റഡ് അല്ലാതെ റെഡി ആയിട്ട് ഓക്കെ ഈ ഒരു സീൻ വരികയാണ് അങ്ങനെ അല്ലാതെ ഒരു ഫ്ലോയിൽ ഇറ്റ് സൗണ്ടഡ് നൈസ് വെൻ ഹി സെഡ് ഇറ്റ്. പക്ഷെ അത് സീനായിട്ട് എടുത്ത് പറയാതിരുന്നത് ഈ കുളിക്കുന്നതിൻ്റെ ഇടയിൽ ഇറങ്ങി വന്നിട്ട് പിന്നെ 5 സീൻ ഉണ്ടെന്ന് പറഞ്ഞു. അത് നാട്ടിൽ കൂടാണ്, റോട്ടിൽ കൂടാണ്. 5 ദിവസം ഇവള് രാവിലെ എണ്ണ അതിലും അടുത്ത് വന്ന് വെളിച്ചെണ്ണയുടെ അപ്പോൾ ഒരു സ്കെഡ്യൂൾ ആകുമ്പം ചിലപ്പോൾ രാവിലെ അപ്പോൾ
ഞാൻ ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് എപ്പോഴും നാറ്റം കൊപ്പറായിട്ടൊന്നും. ഞാൻ പറഞ്ഞു അപ്പോൾ ആ നൈറ്റ് നാളത്തെ ഷൂട്ടിൻ്റെ കാര്യം പറയാം. നാളെ ഫസ്റ്റ് മറ്റേ എണ്ണ തേച്ചിട്ടുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് ആ സീൻ ഒരു മേ ബി ഒരു ഷോർട്ടായിരിക്കും. അത് കഴിഞ്ഞ് ഇനി ഹെയർ വാഷ് ചെയ്തിട്ട് വന്നോളൂ. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്ത ആ ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ ഏതൊക്കെയോ വീട്ടിൽ പോയി തലയൊക്കെ കുളിച്ചിട്ടുണ്ട്. സോ ഐ ഫീൽ ലൈക്ക് ലോജിസ്റ്റിക്കലി ഇറ്റ് വാസ് ടഫ് ബിക്കോസ് എനിക്ക് സൈനസും കിട്ടാത്ത ഒരു അസുഖം. ആ സമയത്ത് അതെ അതെ അത് ഭയങ്കര കോമഡി ആയിരുന്നു. കോമഡി ആയിരിക്കും. എണ്ണയും തേച്ച് വെയിലത്തിങ്ങനെ നിൽക്കണം, നല്ല രസമാണ്. അതെ, തൊണ്ടവേന, സൈനസ്. നീരജ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച സീൻ ഏതായിരുന്നു ഡയറക്ടർ സാറിനോട്? അങ്ങനെ ഇല്ലാത്ത സീൻ ഏതായിരുന്നു? ചോദ്യങ്ങൾ എല്ലാവരും ആക്ച്വലി ചോദിക്കാറുണ്ടായിരുന്നു വിഷ്ണുവോട്. അങ്ങനെ അന്നേ അതിൻ്റെ പ്രോസസ്സ് അത് തന്നെയായിരുന്നു. നമ്മൾ ഒരുപാട് ഇരുന്നിട്ടുണ്ട്. ഞാനും വിഷ്ണുവും കൂടെ കുറേ ഡിസ്കസ് ബിഫോർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അല്ലേ? ബിഫോർ ഷൂട്ടും ബിറ്റ്വീൻ ഷൂട്ടും ആഫ്റ്റർ ഷൂട്ടും നെക്സ്റ്റ് ഡേ മോർണിംഗ് ഷൂട്ട്. നമ്മൾ ക്ലൈമാക്സ് ഒക്കെ നമുക്ക് കൺഫ്യൂഷനായിട്ട്. ഇതിൻ്റെ മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് ഇമോഷണൽ ജേർണി ആണല്ലോ മൊത്തത്തിൽ. ഇത് മറ്റേ ഒരു ഭയങ്കര തട്ടുപൊളിപ്പൻ പടമോ അല്ലെങ്കിൽ ടെക്നിക്കലി ലൈക്ക് അതല്ല. ഇതിൻ്റെ മറ്റേ ആൾക്കാരുടെ ഇമോഷണൽ ജേർണിയാണ് ഇതിനകത്ത് ക്ലിയർലി ഡെപ്പിക്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഇമോഷണൽ ഗ്രാഫ് കറക്റ്റ് ആവുക എന്നുള്ളതിൽ ഞങ്ങൾ ഭയങ്കര ഒരു പോയിന്റിൽ ഭയങ്കര ഒബ്സസ്ഡ് ആയി. കാരണം ഈ ക്യാരക്ടേഴ്സ് കറക്റ്റ് റിലേറ്റബിൾ ആവണം, ഇവരുടെ ഇമോഷൻസ് ഓൺ പോയിൻ്റ് ആയിരിക്കണം. അല്ലാതെ ഒരു ക്വർക്കി ചിരിക്ക് വേർബൽ ഹ്യൂമറൊക്കെ കുറവാണ് നമുക്ക് ഇതിനകത്ത്. ഉണ്ട്, ഇല്ലെന്നല്ല, തുടക്കത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവസാനത്തെ ആ ഒരു പ്രീ ക്ലൈമാക്സ് ഏരിയ ഞങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. കൺഫ്യൂസ്ഡ് അല്ല, കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു. വി ഹാഡ് ബെറ്റർ ഐഡിയാസ്. വി ഹാഡ് സ്ട്രെസ്ഡ് ആയിരുന്നു. അപ്പോൾ ഓൺ പേപ്പറിലുള്ളത് വിഷ്ണു ആദ്യം പറയുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഞാൻ ഫുള്ളി കൺവിൻസ്ഡ് അല്ല എന്ന് വിഷ്ണു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഞാൻ എഴുതിയ എന്തെങ്കിലും കൊഴുപ്പിക്കാൻ തോന്നി. ആ അപ്പം ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന 4 ദിവസം മുമ്പാണ് കൊടുത്തത്. അപ്പം ഇതിങ്ങനെ പറഞ്ഞിട്ട് പോയ എളുപ്പമല്ല, ഇത് എഴുതണമല്ലോ. പക്ഷെ ഇത് എഴുതിയാൽ ഈ സീൻ മാത്രം നന്നായിട്ട് കാര്യമില്ല, ഈ ഗ്രാഫ് കറക്റ്റായിട്ട് ഇവിടെ എത്തണം. അത് എളുപ്പമല്ല. അപ്പോൾ വി ഓൾ ഡിസ്കസ്. ആക്ച്വലി ആ സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഇറ്റ്സ് നോട്ട് ഗോയിങ് റൈറ്റ് എന്ന്. അപ്പം എല്ലാവരും നോക്കിക്കുമ്പോൾ ഞങ്ങൾ ഡിസ്കസ് സംതിങ് വാസ് ഓഫ്. അപ്പോൾ ദെൻ ഹി took a decision, we'll not shoot it right now, we'll shoot it on a different date. നമുക്കിത് അങ്ങനെ നമ്മൾ ഒന്നുകൂടെ ഇരുന്നിട്ട് അത് ഒന്നുകൂടെ എലവേറ്റ് ആയി. ആക്ച്വലി ആ സീൻ ഇതിനകത്ത് എനിക്ക് ഭയങ്കര അത്ഭുതമുള്ള എന്തെന്ന് വെച്ചാൽ, ഷൂട്ട് മറ്റന്നാളാണെന്നുണ്ടെങ്കിൽ ഇന്ന് വേറെ സീൻ ഷൂട്ട് ചെയ്യുന്നിടയിൽ ഇന്ന് ഡയലോഗ് എഴുതുക. പല സ്ഥലത്തും ഞാൻ ഇരുന്ന് എഴുതുന്ന ഫോട്ടോസുണ്ട്. അപ്പോൾ വേറെ സീൻ ഷൂട്ടിങ് ഇടയിൽ പോയിരുന്ന് എഴുതും. അങ്ങനെ അന്ന് രാവിലെ പല പേപ്പറിലായിട്ടും ഇതുണ്ട്. ഓ അപ്പോൾ ഇതെല്ലാം കൂടി പേപ്പറിൽ എഴുതി, ഒറ്റ ഡ്രാഫ്റ്റേ ഉള്ളൂ. മെയിൻ സീനാണ്. ഷൂട്ടിന് എല്ലാവരും വന്നു, ഈ പേപ്പർ കാണുന്നു. അത് അന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഈ സീൻ തീർക്കണം. നമ്മളെ അപ്പോഴത്തെ നമ്മുടെ മൂടെന്ന് വെച്ചാൽ നമ്മൾ ആരെന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അടിക്കും. കാര്യം അല്ല, തമാശല്ല, അത് ഭയങ്കര പ്രോസസ്സാണ്. കാര്യം എല്ലാവരും ഇറിറ്റേറ്റഡ് ആ സീനകത്ത്. എല്ലാ ആർട്ടിസ്റ്റും ഇറിറ്റേറ്റഡ് ആണ്. അപ്പൊ അതിൽ കൂടെ പോകുന്ന ഇവർ ഇറിറ്റേറ്റഡ് ആണ്. ഈ ലാസ്റ്റ് മിനിറ്റ് എഴുതി ഒപ്പിക്കുന്ന ഞാൻ ഇറിറ്റേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ എല്ലാവരും നോർമൽ കോൺവെർസേഷൻസ് ഇല്ല, ആരങ്ങോട്ടും ഇങ്ങോട്ടും കൈവയ്ക്കും. എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ അങ്ങനെ പറയണേ ആ ക്യാരക്ടറിന്റെ മൂഡിൽ ഇവരൊക്കെ നമ്മളെല്ലാവരും സീനിന്റെ മൂഡിലാണ് നിൽക്കുന്നത്. അവസരം കിട്ടിയോ? ഈ പേപ്പർ ഒരു 7യുടെ പോക്കറ്റിൽ ഇരിക്കുക, ഷൂട്ട് ഉച്ചയ്ക്ക് മുമ്പ് തീർക്കണം. അവൻ തപ്പിക്കൊണ്ടിരിക്കുക, അത് പോയി പോകത്തിലിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആ സീൻ ഷൂട്ട് ചെയ്തത്. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ്. ഇവർ രണ്ടുപേരും നമ്മൾക്കും സെറ്റിലുള്ള എല്ലാവരും നെക്സ്റ്റ് ഡേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ഇത്രയും കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് അടിപൊളിയായിരുന്നു. അജുവിന് എന്തായിരുന്നു ഡിഫിക്കൽട്ട് സീൻ? സെറ്റ് ആയതുകൊണ്ട് എനിക്ക് അതൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു. സെറ്റ് അല്ലെങ്കിൽ അജു വർഗീസിന്റെ കുളി സീനുണ്ട്, അതാണ് USP ഹൈലൈറ്റ്. എനിക്ക് ബസ് വെയിറ്റിംഗ് ഷെഡില് ഒരു സീൻ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സീൻ ഇതിനകത്ത് അജുവിന്റെ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. അളിയൻ പറയാറുണ്ട് അത് അളിയൻ്റെ, പക്ഷേ അളിയൻ ഉദ്ദേശിച്ചൊരു മീറ്ററിലോട്ട് എനിക്ക് എത്താൻ പറ്റുന്നില്ല. എന്നിട്ട് അവൻ എൻ്റെ ഒരു സത്യം കണ്ടുപിടിച്ചു. അതായത് ഞാൻ ഇങ്ങനെ വരുമ്പോൾ കള്ളത്തരം കാണിക്കും. ഡയറക്ടേഴ്സ് അവസാനം നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അവർ പറയുന്നത് അങ്ങനെ ചെയ്തു, പിന്നെ ഡബിൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സീനല്ലേ ഒന്ന് മോശമാക്കാതിരിക്കുക. ഇപ്പോൾ കോമഡി വർക്കാവുന്നില്ലെങ്കിൽ ഫ്ലാറ്റായിട്ട് പറയുക,
കോമഡി നമുക്ക് പൊക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ കുഴപ്പമില്ലാതെ പോയിക്കോളും, ശ്രദ്ധിക്കാതെങ്കിലും. പാടാൻ നോക്കി കുളമാക്കി ആ സീനിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഞാൻ ആ മോഡിൽ വന്നിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചപ്പോൾ വിഷ്ണു വന്നിട്ട് കണ്ണുകൾ ചതിക്കുന്നുണ്ട് അളിയൻ്റെ, കണ്ണിൽ അളിയൻ ഡെഡാണ്. ഞാൻ ഇതിവൻ കണ്ടുപിടിച്ചോ? ഇത്രയും കാലമായിട്ടും ആരും അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല. കാര്യം എൻ്റെ കണ്ണിൽ അത് കറക്റ്റ് ആ കൺഫ്യൂഷൻ അറിയുന്നെന്ന് വിഷ്ണു പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അത് കറക്റ്റ് റീഡിങ് അയാൾ ചെയ്തു. അപ്പം ഇനി അങ്ങനെയും പറ്റൂല, കാര്യം പുള്ളിക്ക് കണ്ണിലൂടെ കിട്ടും. പിന്നെ അവിടുന്ന് പിന്നെ അതൊരു യുദ്ധമായിരുന്നു. പിന്നെ ഞാൻ വിളിച്ചു, ഇങ്ങ് വാ, എന്താ നിനക്ക് വേണ്ടേ? രാജു ആ മീറ്ററിലേക്ക് ജമ്പ് ചെയ്യാൻ, രാജു വേറൊരു മീറ്റർ നിൽക്കുന്ന അജുവിനെ ഞാൻ ഒരു മീറ്ററെ കൊണ്ട് സെറ്റ് ചെയ്തിട്ട് ഈ പെർട്ടിക്കുലർ സീനിൽ വേറൊരു മീറ്ററിൽ കയറണം, ഒറ്റ സ്ഥലത്ത്. അപ്പോൾ അജു ചോദിക്കുന്നത് എങ്ങനെ വർക്കാവും? ഇന്നത് വർക്കാവും. അപ്പോൾ അജു കൺവിൻസ്ഡ് അല്ല. അപ്പോൾ അജു കൺവിൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് മുഖത്തറിയാം, ആ കണ്ണിലറിയാം, അത് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷേ പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു പിവറ്റൽ സീനാണ്. അജു ഒരു ടേക്കാണ്, അജു എന്നെ വിശ്വസിച്ച് എന്തോ നശിക്കട്ടെ എന്ന് പറഞ്ഞ് അജു അതങ്ങ് ചെയ്തു. അത് എനിക്ക് പേഴ്സണലി അത് ഇപ്പോഴും കാണുമ്പോൾ നമ്മൾ ഇത്രയും തവണ കണ്ടതാണ്, നമ്മൾ എഴുതി കാണുന്ന ഈ സീൻ ഇസ് മൈ പേഴ്സണൽ ഫേവറേറ്റ്. അത് അടിപൊളിയായിട്ട് പുൾ ഓഫ് ചെയ്തു. ഒറ്റ ടേക്കേ ഉള്ളൂ, ഒറ്റ ടേക്കിൽ എന്ന് വിശ്വസിച്ചുള്ളൂ. പക്ഷെ അത് വിശ്വസിക്കാത്ത തന്നെയല്ല, തുടങ്ങി വരുമ്പോൾ വീണ്ടും വേറെ ട്യൂണിൽ തുടങ്ങും. അതല്ല, ഞാൻ ഇനി ആ സീരീസ് കാണുമ്പോൾ നേരെ അജുവിന്റെ കണ്ണിലേക്ക് എനിക്ക് നോക്കില്ല. അത് നമ്മൾ യൂസ് ചെയ്തില്ലല്ലോ, ആ പ്രോപ്പറായിട്ട് ചെയ്തു. അത് ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു എനർജി കൊടുത്ത് അങ്ങ് വിട്ട് കഴിഞ്ഞ് പിന്നെ ഒരു പോക്ക് അങ്ങ് പോകുന്ന ഒരു റൈഡാ. അതെനിക്ക് തോന്നുന്നു ഒരു ആക്ടർക്ക് ഭയങ്കര കൺട്രോൾ ഉണ്ടാവും ആ റൈഡിൽ. ഈ ആക്ഷൻ്റെ കട്ടിൻ്റെ ഇടയ്ക്ക് പോകുന്ന ഒരു റൈഡിൽ ഡയലോഗ് പറയുന്നു, ഭയങ്കര കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റാറുണ്ട് എപ്പോഴും. ചില സമയത്ത് അങ്ങ് പോവുമല്ലേ, ഒരു പോക്കല്ലേ. അതെ, ഞാനൊന്നും അങ്ങനെ അയ്യോ ഞാൻ വരുവാണേ എന്നാ നോക്കിക്കോണേ എന്നും പറഞ്ഞ പോക്ക്. ആൻഡ് ഫോർ യു ആനന്ദ്, ജിജിന്റെ കുറച്ച് ഭാഗങ്ങളെ തുടക്കത്തിലുള്ളൂ എന്നറിയാം, പക്ഷെ ജിജി പിന്നീട് അങ്ങ് തിളങ്ങുകയാണ്. എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴേ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ഏത് മീറ്റർ പിടിക്കണോ, എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കോൺവെർസേഷൻ എന്തായിരുന്നു? എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ട് ഉണ്ടായിരുന്നോ ജിജിയിൽ? ഡിഫിക്കൽട്ടായിട്ട് നമുക്കൊരു ഒരു ചെറിയൊരു പോർഷനിൽ മാത്രമേ എനിക്കൊരു ചെറിയൊരു ഇമോഷൻ ചേഞ്ച് വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഒരു കുറച്ചൊന്ന് നമ്മുടെ ഒരു അവസ്ഥ പറയുന്നൊരു സാധനമുണ്ട്. അതൊരു രസമുള്ള പരിപാടിയായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീട്ടിലെ സീൻ നമ്മൾ രണ്ടും കൂടെ ഉള്ള ആനന്ദിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഇളകി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് അത് തന്നെയായിരുന്നു വേണ്ടത്. അപ്പോൾ ഒന്നുമില്ല, ഇങ്ങനെ അങ്ങ് ഈ മീറ്റർ, ആനന്ദിന്റെ മീറ്റർ എങ്ങനെയാണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അല്ല, ഈ വെബ് സീരീസ് ചെയ്യുമ്പോഴേ പേസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഫ്രം മൂവി എന്ന് പറയാറുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ആ പേസിൻ്റെ ഡിഫറൻസ്, എസ്പെഷ്യലി അജു ഇപ്പോൾ ഓൾറെഡി ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് യു ബീൻ ഡൂയിങ് മൂവീസ്. നീരജ്, നിങ്ങളൊക്കെ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. ആ ഒരു പേസിൽ ഡിഫറൻസ് ഉണ്ടോ ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ ടു? ആ ഒരു ഡിഫറൻസ് തോന്നാറുണ്ടോ? വെബ് സീരീസ് ചെയ്യത്തിലൂടെ ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ടോ? ഹൗ ഡസ് ഇറ്റ് വർക്ക്? രണ്ടും ഒരേപോലെയായിട്ട് തോന്നിയിട്ടുള്ളൂ അല്ലേ? ഇല്ല, മേ ബി ഇത് എനിക്ക് മനോജ് ബാജ്പേയി പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്ന. ഇപ്പം ഒരു മൂവിയിലാണെങ്കിൽ നമ്മളൊരു ലോങ് പോസ് ഇട്ട് കഴിഞ്ഞാൽ ഡയലോഗിൻ്റെ ഇടയിൽ അത് എഡിറ്റിൽ പോകും, പക്ഷേ സീരീസിൽ ചിലപ്പോൾ അത് വെക്കാൻ പറ്റും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം നമ്മൾ നാച്ചുറൽ കോൺവെർസേഷൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ ആലോചിക്കാനൊക്കെ ഒരു ഗ്യാപ്പൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ അത്തരം ബ്രീതേഴ്സൊക്കെ ചിലപ്പം കുറച്ച്, കാരണം ബിക്കോസ് ഓരോ ക്യാരക്ടറിൻ്റെ സൈക്കിലേക്ക് ഡെൽവ് ചെയ്യാൻ നമുക്ക് സമയമുണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. ഒരു പ്രൊട്ടഗണിസ്റ്റിനെ മാത്രമല്ല, എൻസെമ്പിൾ കാസ്റ്റിനെ ഒക്കെ ഇൻഡിവിജ്വലി നമ്മൾ അവരുടെ കൂടെ ജേർണി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇമോട്ട് ചെയ്യാൻ കുറച്ചുകൂടെ സ്പേസ്, അത് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ഈ പറയുന്ന ഡയറക്ടറിൻ്റെ ഒരു മീറ്റർ. പക്ഷേ മോസ്റ്റ്ലി ഇത്തിരി കൂടി സ്പേസ് കിട്ടുന്നുണ്ട് നമുക്ക്. അതായത് 2 മണിക്കൂറിനുള്ളിൽ ക്രിസ്പായിട്ട് ഡെലിവർ ചെയ്യണം എന്ന് പറയുന്ന ഒരു പരിമിതി സിനിമയ്ക്കുണ്ട്. സിനിമയ്ക്കാണെങ്കിൽ ഇൻ്റർവെൽ പഞ്ച് വരെയെങ്കിലും ഇരിക്കും ഇറങ്ങിപ്പോവാൻ. അതും കൂടെ വർക്കായില്ലെങ്കിൽ ഇറങ്ങിപ്പോവാന്ന് വിചാരിക്കും. പക്ഷേ വെബ് സീരീസ് അങ്ങനെയല്ല, 5-6 ഹുക്ക് പോയിൻറ്റ്സ് വരെ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ഹുക്ക് പോയിൻ്റ് വർക്കായില്ലെങ്കിൽ അവർ സെക്കൻഡിലേക്ക് പോവില്ല. സെക്കൻഡ് എൻഗേജിങ് ആയിരിക്കണം, അത് തേർഡിലേക്ക് ഡ്രൈവ് ചെയ്യണം. ഇങ്ങനെ 5 തവണ ഇത് കൊണ്ടുപോകണമല്ലോ, എന്നാലും അവസാനം വരെ പോകത്തുള്ളൂ. ഈ ചാലഞ്ച് സിനിമയ്ക്കില്ല.
അതെനിക്ക് ഭയങ്കര റൈറ്റിംഗിലെ സാധനം വരണം. ഇപ്പോൾ പാതാൾ ലോക സെക്കൻഡ് സീസൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കണ്ടിട്ട് ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് നിർത്തിയിട്ട് നാളെ കാണാമെന്ന് വെച്ചപ്പോൾ അതിൻ്റെ അവസാനം കൊണ്ട് നിർത്തുന്ന ഒരു പോയിന്റിൽ നമുക്ക് അടുത്ത എപ്പിസോഡും കാണാൻ തോന്നും. അടുത്ത എപ്പിസോഡും കാണാൻ തോന്നും. അങ്ങനത്തെ രീതിയിലാണ് ആ ഒരു moments ഭയങ്കര അത് ഡിസൈൻ ചെയ്യണമല്ലോ ഓരോ എപ്പിസോഡിന് വേണ്ടിയിട്ടും. അത് ആൻഡ് ക്യാരക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസം കാണും? ഗൗരി ചെയ്തിട്ടുണ്ട് വെബ് സീരീസ് അല്ലേ തമിഴിൽ? തമിഴിൽ ആൻഡ് സുഴൽ 2 is also coming out. അപ്പം ഫസ്റ്റ് പാർട്ട് ഫെബ് 28 അതും ഇതും ഫെബ്രുവരി. അല്ല, എനിക്ക് തോന്നിയിരിക്കുന്നത് വെബ് സീരീസിൽ നമ്മൾ ആ ക്യാരക്ടറിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്. സിനിമയിൽ നമ്മൾക്ക് വാട്ട് എവർ ആർക്ക് യു ഹാവ്, വെബ് സീരീസിൻ്റെ ഇറ്റ്സ് ലോങ്ങർ ആൻഡ് ഐ തിങ്ക് നമുക്ക് കൂടുതലൊരു the duration of the investment into the character, അതിൻ്റെ ഒരു how involved you get, കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ലോങ്ങർ പരിപാടി ആവുന്നുണ്ട്. ദാറ്റ്സ് ഹൗ ഐ ഫെൽറ്റ് ലൈക്ക് ഇറ്റ്. ബിക്കോസ് സിനിമയിൽ നമുക്കൊരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഡേയ്സ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ സ്റ്റാർട്ട് ടു എൻഡ്. ബട്ട് ഇൻ ദിസ് സിൻസ് ഇറ്റ്സ് എ ലോങ്ങർ ഫോർമാറ്റ്, ലൈക്ക് ബൈ ഡിഫോൾട്ട് ഇറ്റ്സ് ഗെറ്റിംഗ് ലോങ്ങർ. സോ കുറേ കൂടെ സ്പേസ് ഉണ്ട് നമുക്കത് ഓൺ അപ്പ് ചെയ്തിട്ട്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ടുക്ക് മീ എ ലിറ്റിൽ ലോങ്ങർ ടു move on from a character I did from a web series than when compared to a film. Aju, are you more invested in web series characters? ആ ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്, എസ്പെഷ്യലി കേരള ക്രൈം ഫയൽസ്. ഇപ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധ അല്ല, കുറച്ചുകൂടി ഇൻവെസ്റ്റഡ് ആണോ ഇൻ വെബ് സീരീസ് ക്യാരക്ടേഴ്സ്? കാരണം അതിൻ്റെ ക്യാരക്ടറൈസേഷനിലാണെങ്കിലും അതിൻ്റെ ലെയേഴ്സും എലമെൻസും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും അതിനു വേണ്ടി വർക്ക് ചെയ്യാനും എക്സ്റ്റംബറില്ല കുറച്ചുകൂടി വർക്ക് ആ ഷോട്ടിൽ എന്ത് ഡയറക്ടറോ റൈറ്ററോ പറയുന്നത് ഈ ഷോ ഇപ്പം എന്ത് എന്നേ ഉള്ളൂ. അല്ലാതെ what is the experience that you have carried from Kerala Crime Files to this web series? എന്തെങ്കിലും that you feel that കേരള അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ക്രൈം സ്ഥാനാർത്ഥി ശ്രീകുട്ടനിലാണ് ഞാൻ ഡയറക്ടേഴ്സിനെ കുറേം കൂടി ഓപ്പൺ അപ്പ് ആയി കൊടുത്തത്. അവർക്ക് എത്ര വേണമെങ്കിലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസും അവരെ തിരിച്ച് ഞാനും എൻ്റെ കുറച്ച് ഓപ്ഷൻസ് ചോദിക്കുന്നത്. സ്ഥാനാർത്ഥിയാണ് ആക്ച്വലി KCF-നെ ഹെൽപ്പ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്ത് നേരെ സ്ഥാനാർത്ഥി എന്ന KCF-ൽ പോയി. സോ അവിടെ തൊട്ട് ഈ പ്രാക്ടീസ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. എത്ര ടേക്ക് വേണമെങ്കിലും പോകുക എന്നുള്ള അല്ല പ്രശ്നം, നമുക്ക് രണ്ടുപേർക്കും ഓക്കെ ആവുന്ന ഒരു സാധനത്തിൽ ലാൻഡ് ചെയ്യുക എന്നുള്ളത്. ഞങ്ങൾ ഈ സ്ഥാനാർത്ഥി കൂട്ടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അജുവേട്ടൻ്റെ അടുത്ത് അജുവേട്ടൻ ചിലപ്പോൾ കൈ എടുക്കുന്നവരെ നമ്മളിങ്ങനെ പറയും, ചേട്ടാ അങ്ങനെ വേണ്ട, ഇങ്ങനെ എടുത്താൽ മതിയാവും. ഭയങ്കര സുഖമായിരുന്നു അത്. നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു പുള്ളി ഏതെങ്കിലും ഒരു സമയത്ത് പൊട്ടുമെന്ന് നമ്മൾ വിചാരിച്ചു. കാരണം നമ്മൾ ആ രീതിയിലാണ് നമ്മൾ പുള്ളിയെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, പുരിയം പൊക്കുന്നതായിട്ട് അങ്ങനെ പറയുന്നു. പക്ഷേ ആ സജഷൻ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പുള്ളിക്ക്. പിന്നെ പുള്ളി നമ്മൾ എന്ത് പറഞ്ഞാലും പുള്ളി അത് ഇൻടേക്ക് ചെയ്തിട്ട് അതിൽ നിന്നല്ലേ ഒരു ഔട്ട്പുട്ട് തരേണ്ടത്. അത് ഭയങ്കര രസമായിട്ട് തന്നു എന്നാണ്. അത് ഭയങ്കര പേഷ്യൻ്റ് ആട്ടോ അതിനകത്ത്. ഒരു നമ്മളെ വീട്ടിൽ വരുന്ന സീൻ 16 ടേക്കാണ് പോയത്. 16 ടേക്ക് എന്ന് പറഞ്ഞാൽ മീറ്ററിലാണ് പ്രശ്നം. അജുന് ആ മീറ്ററിൽ എത്താൻ പറ്റുന്നില്ല, പക്ഷേ അജു വില്ലിങ് ആണ്. അപ്പോൾ അതായത് 16 ടേക്ക് എന്ന് വെച്ചാൽ ചുമ്മാ ഇടയ്ക്കൊന്നും നിർത്തിയിട്ടല്ല പോകുന്നത്, ഒരു ടേക്ക് ഫുള്ള് പോവും ചിലപ്പോൾ, എന്നിട്ട് വന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ 16ാമത്തെ ടേക്കിലാണ് അജു ആ മീറ്റർ ലാൻഡ് ചെയ്തത്. അപ്പോൾ അത് ഓക്കെ, ഇതാണല്ലേ മീറ്റർ, ഇതാണ് എനിക്കിപ്പം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് പിന്നെ ഈ ആ ട്രാവലില്ലേ അത് വില്ലിങ്ലി എത്ര വേണമെങ്കിലും പോകാൻ. ഇതിൻ്റെയൊക്കെ അനുഭവിക്കുന്ന രാത്രി മുഹമ്മദാണെന്ന് മാത്രം. മുഹമ്മദിന് 16 ഇടി, 16 ഡേക്ക് പോയാൽ 16 ഇടി. അത് നിങ്ങൾ കണ്ടിട്ടില്ല? രാവിലെ എത്ര പോയടാ തിരിച്ച് നടക്കുന്ന നോക്കും പറഞ്ഞ 10ാമത്തെ ടേക്ക് നിർത്തണം അവരോട് പറയാം. അത് നമ്മൾ വഴക്കൊക്കെ പറയുന്നത് വരെ നേരെ മുംബൈനെ നിർത്തി മുമ്പ് മറ്റേ പഞ്ചിങ് ബാഗ് പോലെ എല്ലാം കേൾക്കാൻ. പക്ഷേ അജുവേട്ടൻ്റെ കമ്മിറ്റ്മെന്റ് വർക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെക്കാളെ പഞ്ച്വാലിറ്റി. പഞ്ച്വാലിറ്റി രക്ഷയില്ല. ലൈക്ക് ഈവൻ ഇഫ് ഹി ലൂസസ് ഹിസ് സ്കൂൾ ഹി വോണ്ട് ഷോ ഇറ്റ്. എനിക്ക് മനസ്സിലാവും. ഞാനപ്പോൾ ഇങ്ങനെ നോക്കും. പക്ഷെ അത് എനിക്കറിയില്ല, നമ്മൾ ഇത്ര കാലം അറിയുന്നുണ്ടാണെന്ന് അറിയില്ല. പക്ഷെ കിട്ടുന്നത് നമ്മതിനാണെന്ന് മാത്രം. നമ്മതിനെ അങ്ങനെ ലൈക്ക് തമാശ. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒത്തിരി പഴയ ഒരു റിലേഷൻഷിപ്പ്. 7 പടം, പക്ഷെ ഇന്ന് രാവിലെ ഇപ്പോൾ ഒരു 3 കൂടെ ആഡായി. ഓർമ്മയിലില്ലാത്ത പെട്ടെന്ന് കിട്ടാഞ്ഞ്. അല്ല, നിങ്ങൾ കുറേ നാളത്തെ ശേഷമാണോ ഒന്നിച്ച് വർക്ക് ചെയ്തത്? 6-7 വർഷമായി. ഇല്ല, ഞങ്ങൾ ആ ഒരു ഇപ്പം നമ്മൾ കുറേ വർഷം കഴിഞ്ഞ് ആണ് വർക്ക് ചെയ്യുന്നത് ഇല്ലായിരുന്നു. ആ ഒരു ഫോണിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. ഇപ്പം കോവിഡ് തൊട്ടാണെങ്കിലും വീഡിയോസ് കാണുമ്പോഴും അല്ലെങ്കിൽ എൻജോയ്നെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ പലതും ഞാൻ വിളിച്ച് പറയാറുണ്ട്. നീ ഇത്ര കഴിവുള്ളവനായിരുന്നല്ലേ, ഞാൻ വെറുതെ കളിയാക്കി പണ്ട്. കാര്യം എനിക്കറിയില്ലായിരുന്നു നിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു ടാലൻറ്റ് കിടപ്പുണ്ട്.
പാടുന്ന നമുക്കറിയില്ലായിരുന്നു. നമുക്ക് പണ്ട് ഡാൻസ് ചെയ്യുന്നറിയായിരുന്നു. ഡാൻസിൽ കിടിലുവാന്നറിയാം, അഭിനയിക്കാൻ നന്നായിട്ട് അറിയാമെന്ന് പറയും. പക്ഷെ ഈ പാട്ട് വന്ന് അത് വൈറലൊക്കെ ആയി, അതിൽ ഒരുപാട് കാശ് കിട്ടി. നീരജ്, ഈ ഫാമിലി മാൻ വേഴ്സസ് ദിസ്, വാട്ട് ഇസ് എ കമ്പാരിസൺ? എന്തെങ്കിലും ഒരു ഒബ്സർവേഷൻ ഉണ്ടോ ബിറ്റ്വീൻ? ഞാൻ അങ്ങനെ അത്ര കൂലങ്കഷമായിട്ട് ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ അതൊന്ന് വേറെ ഭാഷയാണ്. അത് സിങ് സൗണ്ട് ആയിരുന്നു. ദാറ്റ് വാസ് എ മേജർ ഡിഫറൻസ്. സിങ് സൗണ്ട് പറയുന്ന പോലെ നമ്മുടെ ഡബ്ബായിരുന്നു. എനിക്ക് സിങ് സൗണ്ടാണ് ശരിക്കും എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം നമ്മൾ ആ സമയത്ത് ഇമോട്ട് ചെയ്യുമ്പം നമ്മളുടെ ഒരു വോക്കൽ ഒരു റോനെസ് അത് ഒരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ അതേ ടോണിൽ അതേ പേസിൽ പറ്റില്ല. പക്ഷേ ചില സമയത്ത് ഡബിൽ ചില സീനുകൾ എലിവേറ്റ് ആവാറും ഉണ്ട്. അത് പക്ഷേ ഐ ഗോ വിത്ത് ദ നാച്ചുറൽ ടോൺ ദാറ്റ്. അതിൻ്റെ ടെക്നിക്ക് പറഞ്ഞുതരാം. ഈ ചെയ്യുന്ന സമയത്ത് ഡബ്ബാണെങ്കിൽ മോശമായിട്ട് സൗണ്ട് ചെയ്യിക്കുക, എന്നിട്ട് ഡബ് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യുക. അപ്പോൾ അവർ വിചാരിക്കും കണ്ടോ ഇതൊക്കെയല്ലേ ഉടായിപ്പ്. എല്ലാ ഷോർട്ട് കട്ട്സും അറിയാം. പരീക്ഷ എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അതിനും പറഞ്ഞു. ഞാൻ മിസ് ചെയ്ത്. ഞങ്ങൾ ആക്ച്വലി ഈ 5 വർഷത്തിന് ശേഷം കണ്ട ഒരുമിച്ച് ചെയ്യുന്നത്. ഷമ്മിച്ചായിരുന്നു എനിക്ക് പറഞ്ഞിരുന്നത് ഫസ്റ്റ് സീൻ നന്നായിട്ട് ഡബ് ചെയ്യണമെന്ന്. അവരൊക്കെ അതിൻ്റെ മാസ്റ്റർമാരാണ്. അതെ, അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ചല്ല. എനിക്ക് പക്ഷേ ഡബ്ബിങ് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു പ്രോസസ്സാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊത്തം പരിപാടി നമ്മൾ റീഡു ചെയ്യാണല്ലോ ഈ അഭിനയം. അപ്പം നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ അന്നേരം ആ പ്രസന്റ് സീനിൽ നമ്മൾ ഫുള്ളി ഇൻവോൾവ് ആണ്. ഇപ്പോൾ അല്ല, നമ്മൾ മെന്റലി അവിടെ അല്ല. അപ്പൊ നമ്മൾ അജു മൊത്തം ഡബിലാണ് പിടിക്കുന്നത്. ഡബിനകത്ത് വേറൊരു എനർജിയാണ്. അത് ഓരോരുത്തർ ഓരോ സ്കൂളാണല്ലോ. എനിക്കതൊരു എന്താ പറയാ, എനിക്കും തോന്നിയിട്ടുണ്ട്. എനിക്കും അങ്ങനെ ആ സമയത്ത് കൊടുക്കുന്ന സാധനം നമ്മൾ ഡബ് ചെയ്യാൻ വരുമ്പോൾ പിന്നെ അവിടെ നിന്ന് അഭിനയിക്കണം. ഒരു അസൈൻമെന്റ് ചെയ്യുന്ന പോലത്തെ സ്കൂളിൽ പഠിക്കുന്ന ഓർമ്മ വരും എനിക്ക്. രാവിലെ നീറ്റി പോയി മറ്റേ സീനൊക്കെ എടുത്ത് നോക്കി മറ്റേ ലിപ്സ് രാവിലെയാ. കമ്മിങ് ടു ദി എൻഡ് ഓഫ് ദ കോൺവെർസേഷൻ, വിഷ്ണു, ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു കാര്യമുണ്ട് ഓഫ് ദ റെക്കോർഡ്. നമ്മൾ വി ടോക്ട് അബൌട്ട് ഈ റിലേഷൻഷിപ്സ്. ഇപ്പോൾ ഓരോ തലമുറയ്ക്ക് അനുസരിച്ച് റിലേഷൻഷിപ്സും അതിൻ്റെ പൊളിറ്റിക്സും മാറുന്നുണ്ട്. ആ ഒരു ഡൈനാമിക്സ് നമ്മൾ കാണുന്നുണ്ടോ? അതായത് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഇൻ ദ സെൻസ് ഓഫ് പണ്ട് ആൾക്കാർക്ക് കാസ്റ്റ്, എന്താ റിലീജിയൻ, ഇതൊക്കെ വളരെയധികം റെലവൻ്റ് ആയിരുന്നു. ഇന്നൊരു പക്ഷേ ഇത്തിരി കുറഞ്ഞിട്ടുണ്ടാവും. പുതിയ തലമുറ കാണുന്നതും അതിലുള്ള ഫിനാൻഷ്യൽ ക്ലാസ്സസിൽ കാണുന്നതും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു ഡൈനാമിക്സിലേക്ക് എവിടെയെങ്കിലും കടക്കുന്നുണ്ടോ? ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് അബൌട്ട് റൊമാൻസ് ആൻഡ് റിലേഷൻഷിപ്സ്, ആൻഡ് പല തലമുറകളിലുള്ള റിലേഷൻഷിപ്സ് എക്സ്പ്ലോർ ചെയ്യുന്നത്. കാരണം സീരിയസ് ആയിട്ടല്ലെങ്കിലും അച്ഛനും അമ്മയുടെയും അവരുടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഒരു ഇനീക്വാളിറ്റി എവിടെ നമ്മൾ കാണുന്നുണ്ട് ബിറ്റ്വീൻ ദ പേരൻസ്. അതേസമയത്ത് ഈ തലമുറ വരുമ്പോൾ ഒരു മോർ ഓഫ് എൻ ഈക്വൽ റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ ഡു യു ഗെറ്റ് ഇൻ ടു ദാറ്റ് പോളിറ്റിക്സ് അറ്റ് എ ലേറ്റർ പോയിന്റ്? ഇതിപ്പോൾ ഒരു ലൈറ്റ് വാച്ച് ആയിട്ട് നമ്മളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇറ്റ് ഡെഫിനറ്റ്ലി ഹാസ് എ പൊളിറ്റിക്സ് ടു ഇറ്റ്. സോ പേഴ്സണലി ഹൗ ഐ സീ ഇറ്റ് ഇസ്, ഇപ്പം ഇതിപ്പോൾ എൻ്റെ പേഴ്സണൽ ഹൈ ആണ്. ഇപ്പോൾ വാശിയിലും അതേ സംഭവമുണ്ട്. അതായത് ഇപ്പം എല്ലാവരും ഓരോ രീതിയിലാണല്ലോ എടുക്കുന്നത് പടം. എനിക്ക് ആഗ്രഹം എന്ന് പറയുന്നൊരു നമ്മളൊരു പ്രോഡക്റ്റ് പിന്നെ പ്രസൻറ്റിങ് ദ ഓഡിയൻസ്, ഇത് അവർക്കൊരു പേഴ്സണലൈസ് എക്സ്പീരിയൻസ് ആയിരിക്കണം. നിങ്ങളെല്ലാവരും പൈസയും സമയം മാറ്റി വെച്ചാണല്ലോ കാണുന്നത്. അപ്പോൾ ആ സ്റ്റോറി വേൾഡിലെ അതിനകത്ത് എല്ലാവരും എക്സ്പ്ലോർ ചെയ്ത് ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കി ഇത് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ലൈഫിലോ നിങ്ങൾ ഈ കണ്ട കാര്യത്തിലോ ഒരു അഭിപ്രായം ഉണ്ടാവണം. അത് യൂണിവേഴ്സലി എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉണ്ടാവണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹമില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രത്യേകിച്ച് ഇപ്പോൾ വാശിയാണെങ്കിൽ ഇപ്പോൾ ഈ കഥയ്ക്കും അങ്ങനത്തെ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഈ കഥ അവസാനത്തെ ഒരു 1.5 എപ്പിസോഡ് അല്ലേ, ആ ഒരു 1.5 എപ്പിസോഡ്സിനകത്ത് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, യോജിക്കാം. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ എന്താ പറയുക കണ്ടീഷനിങ്, അല്ലെങ്കിൽ ദ വേ യു ഗ്രൂ അപ്പ്, അല്ലെങ്കിൽ ബാക്കി സൊസൈറ്റിയോടുള്ള കാഴ്ചപ്പാട്, ഓപ്പോസിറ്റ് സെക്സിനോടുള്ള കാഴ്ചപ്പാട്, അത് നല്ലത് ചീത്ത എന്നുള്ളത് നമ്മൾ ഒന്നും പറയുന്നില്ല. അതനുസരിച്ച് നിങ്ങൾക്കിത് യോജിക്കാം, യോജിക്കാതിരിക്കാം. ഇങ്ങനത്തെ ഒരു എലമെൻറ്റ് ഡെഫിനറ്റ്ലി ഈ കഥയ്ക്കുമുണ്ട്. ഇതേ എലമെൻറ്റ് ഈ ക്യാരക്ടേഴ്സിനും ഉണ്ട്. കാര്യം ഇപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പിനകത്തുള്ള മ്യൂച്വൽ റെസ്പെക്റ്റ് ഇവരുടെ പേരൻസിനില്ല. അത് തെറ്റ് ശരി. ഇപ്പം പപ്പൻ്റെ ക്യാരക്ടറിനകത്ത് പല കാര്യങ്ങളും പപ്പൻ പറയുന്നത് ശരിയല്ല, പക്ഷേ പപ്പൻ ഭയങ്കര ലവബിളാണ്. അത് പപ്പന് നമ്മൾ വെറുക്കേണ്ട ആവശ്യമില്ല. പപ്പൻ പറയുന്നത് തെറ്റാണെന്ന് നമുക്കറിയാം, പപ്പനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. അത് ഒരു അൺലേണിങ് പ്രോസസ്സാണ്. ഈ കഥ തുടങ്ങി ഈ കഥ തീർന്നിടയിൽ നമുക്ക് പപ്പനെ ശരിയാക്കാൻ പറ്റില്ല. നമ്മളങ്ങനെ ഇപ്പോൾ പല കാര്യങ്ങളും അറിയില്ല. ഇപ്പോൾ എനിക്കും
1.5 വർഷം മുന്നേ പല കാര്യങ്ങളും അറിയില്ലായിരിക്കാം, പിന്നെ എനിക്കിന്നും പലതും അറിയില്ലായിരിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള സമയം ഇതേ സമയം എല്ലാ ക്യാരക്ടേഴ്സിനും ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാം തുടങ്ങി തീരുമ്പോൾ അത് കൃത്യമായി മാറി ഒരു മെസ്സേജ് കൊടുക്കുക, അങ്ങനത്തെ സംഭവമില്ല. സോ വാട്ട് ഐം ട്രൈങ് ടു സേ ഈസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതൊക്കെ അപ് ടു യുവർ ഇന്റർപ്രിട്ടേഷൻ. ഒരു ബണ്ണ് ചായയിൽ മുക്കുമ്പോൾ വീർക്കാൻ എടുക്കുന്ന സമയം. അമ്പോ, ഇതെന്താ എനിക്ക് മനസ്സിലായി. എനിക്കും കിട്ടിയില്ല. ബണ്ണ് ചായ മുക്കി അതിങ്ങനെ ആ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി. ഇതിന് എളുപ്പം പറഞ്ഞായിരുന്നു. പക്ഷെ അത് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. അത് പാളി. ആർക്കും അങ്ങോട്ട് കിട്ടിയില്ലെന്ന് ഇതൊരു സിനിമയുടെ ഡയലോഗ്. അത് ഞാൻ പറഞ്ഞത് പക്ഷെ മനസ്സിലായോ? അത് അത് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. നിങ്ങൾക്ക് മനസ്സിലായോ? അല്ല, ഈ പപ്പൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് നമ്മളത് മുന്നേ പറഞ്ഞിരുന്നു. ഈ ടോക്സിസിറ്റി ഉള്ള ട്രെയ്റ്റ്സ് ഉള്ള ആളുകളെ നമ്മൾക്ക് പാടെ കട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ലല്ലോ ലൈഫിൽ നിന്ന്. ഇപ്പം ഒരു വോക്ക് ട്രെൻഡിൽ വന്നിട്ട് നമ്മളിപ്പോൾ അയാൾ എല്ലാവർക്കും സ്വീകാര്യമല്ലാത്ത അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയുമ്പോൾ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ. അത് നമ്മൾ വി ഹാവ് ടു കോ എക്സിസ്റ്റ് വിത്ത് പീപ്പിൾ വിത്ത് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് എന്നുള്ള ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കണം. ഐ മീൻ ഇറ്റ്സ് എ ചോയ്സ് ടു മേക്ക് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ന്യൂ പേഴ്സൺ, ദെൻ യു ഹാവ് എ ചോയ്സ്. പക്ഷേ അല്ലാതെ നമ്മളുടെ ബന്ധുക്കളോ നമ്മളുടെ അല്ല, അത് നമ്മുടെ ഫാമിലി തന്നെ നമ്മൾ കാണുന്ന കാര്യമല്ലേ. പലപ്പോഴും നമ്മുടെ പേരൻസ് പറയുന്ന കാര്യം പോലും നമ്മൾ എഗ്രി ചെയ്യുന്നില്ല, ആൻഡ് യു ഫീൽ ദാറ്റ് ഇറ്റ്സ് എക്സ്ട്രീംലി ടോക്സിക് ടു ഈവൻ തിങ്ക് ദാറ്റ് വേ. ദാറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്. പേരൻസ് ഒരു കഴിഞ്ഞ 3 years കൊണ്ട് മാറുന്നത് നമ്മൾ എല്ലാവരും കാണുന്നില്ല. വി ഹാവ് ടു ഗിവ് ദം ദ ടൈം. ഉദാഹരണം പെട്ടെന്ന് ഇതിപ്പോൾ അതില്ല, ഇപ്പം മറ്റേ പണി സിനിമയിൽ മെയിൽ ഗെയ്സ് എന്ന് പറഞ്ഞില്ലേ, റേപ്പ്. അറിയാമായിരുന്നു എന്താ മെയിൽ ഗെയ്സ് എന്നുള്ളത്? എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ ചോദിച്ച പല സ്ത്രീകൾക്കും മെയിൽ ഗെയ്സ് എന്താണെന്നുള്ളത് അറിയില്ലായിരുന്നു. എന്നൊരാളാണ് പറഞ്ഞു തന്നെ. അപ്പോൾ ആ മനസ്സിലാക്കുക എന്നുള്ളൊരു സമയമുണ്ടല്ലോ, അതെല്ലാവർക്കും ഇപ്പോഴും അത് പലർക്കും അറിയില്ല. ബെക്ഡെൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ വേറൊരു സംഭവമുണ്ട്. എന്ത്? ബെക്ഡെൽ ടെസ്റ്റ്. അതില് ഒരു സിനിമയില് ഹൗ മെനി സീൻസ് ഡസ് നോട്ട് ഇൻവോൾവ് എ മാൻ, അത് ഒരു പുരുഷൻ ആ സീനിൽ ഉണ്ടാവണം എന്നല്ല, ബട്ട് ഹൗ മെനി സീൻസ് റിവോൾവ്സ് അറൗണ്ട് എ മാൻ. അപ്പോൾ പല ഇന്ത്യൻ മൂവീസും ഈ ബെക്ഡെൽ ടെസ്റ്റ് പാസ്സാവുന്നില്ല. ബിക്കോസ് അറ്റ് ദി എൻഡ് സംവെയർ അത് ഇവിടെ പാസ്സായില്ല. അപ്പോൾ അത് ഈ മെയിൽ ഗേസിന്റെ ഒരു ബേസിക്കലി അണ്ടർ റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ഇൻ ദ സ്പിരിറ്റ്. ആൻഡ് ഇറ്റ്സ് വെരി എന്താ പറയാ, ഇറ്റ്സ് നോട്ട് ആസ് ഓബ്വിയസ്, പക്ഷേ ഇറ്റ്സ് ദേർ. അത് അങ്ങനെ ആരും റിയലൈസ് ചെയ്യത്തില്ല. പക്ഷെ എനിക്ക് എന്തോ ഈ സീരിയലിൽ അങ്ങനെ തോന്നിയിട്ടില്ല. ദോ ഐ ഫീൽ ദാറ്റ് ഗൗരി ഒരു പക്ഷേ ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഗൗരിയെ കാണുന്നുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഗൗരി സാക്രിഫൈസസ് ഹർ വിഷസ് ഫോർ ഹർ പാർട്ട്ണർ. അതുകൊണ്ട് അത് പുള്ളിക്കാരുടെ ചോയ്സ് ആണ്, അതൊരു നെസസിറ്റി അല്ല ഇതിനകത്ത്. അതല്ലേ, അങ്ങനെ മാത്രമേ കാണാൻ പറ്റൂ. പറയുന്നേക്കാളും വിഷ്ണു പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ചോയ്സ് ആണ്. എനിക്കത് ഹാപ്പിനെസ് ഉണ്ട്. ഒരു ഐ മീൻ എൻ്റെ ദുബായിലെ ജോലി അല്ലെങ്കിൽ whatever ലൈഫ് ഐ ഹാഡ്, പക്ഷെ തിരിച്ച് നാട്ടിൽ വന്ന് എൻ്റെ ഒരു ട്രോമ, എൻ്റെ ടോക്സിക് പേരൻസ് എനിക്ക് തന്ന ട്രോമ റീലിവ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ ടു ലീഡ് എ ലൈഫ് വിത്ത് വിനോദ് ഐ വുഡ് ഡു ദാറ്റ്. ശരിക്കും ലൈഫിൽ അനുഭവിച്ച പോലെയാണല്ലോ പറയുന്നത്. നമ്മൾ പറഞ്ഞില്ലേ സംസാരിക്കുന്നത് ചുമ്മയാണോ ഗൗരി തന്നെ പേരിട്ടേക്കണ? അതല്ല, എനിക്ക് വേറെ ഭാര്യ കുട്ടിയുണ്ട്. ഏതോ ലോകത്ത് കയറി ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഇവിടെ ഒന്നും അല്ല. പക്ഷെ ഗൗരിയുടെ ഇൻവോൾവ്മെന്റ് ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ക്യാരക്ടറിനകത്താ. ആണോ? ടെസ്റ്റ് പാസ്. ഓക്കെ, ഇപ്പൊ വ്യൂവേഴ്സിന് ഒരു ടേക്ക് അവേ എന്ന നിലയ്ക്ക് ഫ്രം ദ സീരീസ് വാട്ട് ഇസ് ദാറ്റ് യു എക്സ്പെക്ട് ആൻഡ് ഹോപ്പ്? ഒരു ഇമോഷണൽ ആവാം, ഒരു തോട്ട് ആവാം, എന്തെങ്കിലും ഒരു ടേക്ക് അവേ എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്ട് ഇറ്റ് ഷുഡ് ബി ഓർ വാട്ട് വുഡ് ഇറ്റ് ലൈക്ക് ടു ബി? ലവൻ്റെ കൺസ്ട്രക്ഷൻ നമ്മുടെ ചുറ്റുമുള്ള ലൈഫിനെ പറ്റി തന്നെയാണ്. നമ്മളൊന്നും പ്രീച്ച് ചെയ്ത് അല്ലെങ്കിൽ വളരെ ഓർഗാനിക്കായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത പല കാര്യങ്ങൾ കാണിക്കുന്നു. സോ അത് എന്താ പറയുക, ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇതാണ് ദിസ് ഈസ് വാട്ട്സ് റൈറ്റ്, അല്ലാതെ ഒരു ഗോസ്പൽ ട്രൂത്ത് ആണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ കുറേ ഗ്രേ ക്യാരക്ടേഴ്സ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇംപെർഫെക്ഷൻസ് ഉണ്ട് പലവർക്കും. ദർ ഇസ് നോട്ട് ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഒരു സ്ക്രിപ്റ്റിലുള്ളത് തന്നെ ഞങ്ങൾ ഒരു
സീരീസ് ഫോമാറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ യുവർ കംഫർട്ട് ഓഫ് യുവർ ഹൗസ് ഫാമിലി ആയിട്ട് കണ്ട് ഇറ്റ് ക്യാൻ സ്ട്രൈക്ക് എ കോൺവെർസേഷൻ. അത് അപ്പം തന്നെ നടക്കണമെന്നില്ല, പക്ഷെ ഒരു ഐ എം ഷുവർ ഒരു തോട്ടെങ്കിലും പോവും എവിടെയോ, ഇത് നമ്മളാണോ, ഇത് ചെയ്യുന്നത് ഒരു ശരിയാണോ. ദാറ്റ്സ് വാട്ട് സിനിമ ഡസ് ആസ് എൻ ആർട്ട്. ബേസിക്കലി ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റുന്ന ആൻഡ് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ് ഇതിൽ. ആൻഡ് വി ഹാവ് ടു താങ്ക് ജിയോ ഹോട്ട്സ്റ്റാർ ഫോർ ആഡ് സംതിങ് ടു ഇറ്റ്. യെസ്. ഇന്നത്തെ ഒരു ടേക്ക് അവേ, ഇത് കുറച്ച് പേഴ്സണൽ, ഇത് ഇങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നറിയില്ല. നമ്മൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള, പണ്ട് ഒരുപാട് കണ്ടിട്ടുള്ള ചില സിനിമകളുടെ പൊളിറ്റിക്സ് ചിലപ്പോൾ ഒന്ന് റീതിങ്ക് ചെയ്യാൻ, ചിലപ്പോൾ ഈ സീരീസ് എന്ന് വെച്ചാൽ അത് അന്ന് ആ സിനിമയിലെല്ലാം തെറ്റാണ്, അങ്ങനെയല്ല. അന്ന് അത് ഓക്കെയാണ്. പക്ഷെ അതേ സിറ്റുവേഷൻസ് ഇന്നത്തെ 2025 നടക്കുകയാണെങ്കിൽ, സെയിം ക്യാരക്ടേഴ്സ്, സെയിം കോൺഫ്ലിക്റ്റ്, പക്ഷെ ദ ഓൺലി തിങ് ഈസ് ഈ 20 വർഷം കൊണ്ട് ആളുകൾ മാറി, സിറ്റുവേഷൻസ് മാറി, ചുറ്റുമുള്ള എല്ലാ ആൾക്കാരുടെയും ചിന്തകൾ മാറി. അപ്പോൾ നാച്ചുറലി ഔട്ട്കംസ് മാറുമല്ലോ. അപ്പോൾ ഇതേ സിറ്റുവേഷൻസ് ഇന്ന് നടക്കുകയാണെങ്കിൽ ഇതായിരിക്കില്ല ഇവിടെ നടക്കാൻ പോകുന്ന ഡൈനാമിക്സ് എന്ന്. അങ്ങനെ വാത്സല്യം എന്ന് പറഞ്ഞ സിനിമ ഇങ്ങനെ എടുത്താണ്ടാവും അല്ലേ? ഇപ്പം കുറേ ഇതിനെക്കുറിച്ച് ഡിസ്കഷൻസ് വരാറില്ലേ? രസമായിരിക്കും. ചായയിൽ അല്ലല്ല, ഇത് ഇങ്ങനെ നമ്മുടെ സീരീസ് ഭയങ്കര സംഭവമല്ലേ ഇപ്പം? കൊള്ളാം. നമ്മൾ പറയുന്നത് അത് തെറ്റുന്നല്ല, അത് അന്ന് അന്ന് അവർ അങ്ങനെ റിയാക്ട് ചെയ്യും ആളുകൾ. ഇന്ന് ചിലപ്പോൾ അന്ന് ഇതുപോലെ റിയാക്ട് ചെയ്യില്ല. വ്യത്യാസം അങ്ങനെ ചിന്തിക്കാൻ പറ്റിയാൽ കൊള്ളാം. ഈ സീരീസിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ 90s കുറേ സിനിമകൾ കണ്ടിട്ടില്ലേ, അതിന്റെ കഥാ പാറ്റേൺ തന്നെയാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഫ്ലേവർ തന്നെയാണ് റീക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എൻ്റെ ക്യാരക്ടർ ഞാൻ പിടിച്ചേക്കുന്നത്, സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലെന്നുള്ളൂ, ജഗദീഷ് ഒടുവിലാൻ എല്ലാവരും പിടിച്ചിട്ടാണ് ഞാൻ ഒരു കളി കളിച്ചേക്കുന്നത് എൻ്റെ അകത്ത്. സത്യം, മുകേഷ് വരെ പിടിച്ച് ഞാൻ അങ്ങനെ ഒരു പിടി പിടിച്ചിട്ടാണ് ഞാൻ പിടിച്ചേക്കുന്നത് എൻ്റെ അകത്ത്. അപ്പൊ എനിക്ക് അപ്പുറത്ത് ആരായിരിക്കും ആ കൊക്ക് സീനൊക്കെ ട്രിബ്യൂട്ടാണ്. അപ്പോൾ എനിക്ക് അവരന്ന് ചെയ്തു വെച്ച കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ കണ്ടിട്ട് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ ഒരു സാധനം പിടിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ചില സമയത്ത് ഈ അടിച്ചു മാറ്റം ഞാനും ചെയ്യാറുണ്ട്. ഗുരുവാണ്. വിഷ്ണു ഇങ്ങനെ വരുമ്പോ ഞാൻ ചന്ദ്രലേഖയിൽ മറ്റേതല്ലേ അതന്നെ ഓക്കെ, അത് ചിലപ്പോൾ ചോദിക്കില്ല, ഞാൻ പോയി പറയും ഇത് പക്ഷെ അത് നന്നായിട്ട് റിവീക്ക് ചെയ്യും കേട്ടോ. അതങ്ങനെ അടിച്ചു മാറ്റലായിട്ട് ഒരിക്കലും നമുക്ക് തോന്നില്ല. അല്ല, നമ്മളെ മനസ്സിൽ ഇംപ്രിന്റ് ചെയ്ത് കിടത്തുണ്ട്, നമ്മൾ കണ്ടു പഠിച്ചേക്ക് അവരെ അത് മറന്നു പോവില്ല. അത് വരും, എവിടെ നിന്നെങ്കിലും ഒക്കെ വരുമായിരിക്കും. അത് അങ്ങനെയാണ്. നീരജിന് എന്തായിരുന്നു ഇൻസ്പിറേഷൻ? ഒന്നും ഉണ്ടായിരിക്കുകയാണ് ഞങ്ങൾ ഞാനങ്ങനെ അല്ല, ഞാനങ്ങനെ എനിക്ക് വേറെ ഇമിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കാറില്ല. ഇപ്പൊ വിഷ്ണു കഥ ബേസിക്കലി ഇമിറ്റേഷൻ അങ്ങനെയല്ല, അങ്ങനെയല്ല, എനിക്കത് പറ്റാറില്ല അങ്ങനെ ചെയ്യാൻ. എൻ്റെ വിഷ്ണു ഇപ്പം വന്നിട്ട് വിഷ്ണു ചില സീൻ അഭിനയിച്ച് കാണിക്കും, ആക്ടർ ആണല്ലോ അല്ലേ? അപ്പം ഞാൻ പറയും ഇതൊന്നും എനിക്ക് പറ്റില്ല, ഞാൻ വേറെ എനിക്കത്ര കഴിവൊന്നും ഇല്ല, ഞാൻ വേറെ പരിപാടി ചെയ്യും എന്ന് പറയും. കാരണം അത് പിടിക്കാൻ നോക്കി പിന്നെ ഞാൻ ഞാനത് തന്നെ ചെയ്യാൻ വേണ്ടി പിടിക്കുന്നല്ലോ, ഞാനങ്ങനെ ചെയ്തു പോകുന്നതാണ്. പുള്ളിയുടെ രീതിയിൽ അത് ചെയ്ത് കാണിക്കുമ്പം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. പക്ഷെ ഞാൻ അത് ചെയ്യാൻ ശ്രമിച്ചാൽ അത് പാളുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ചെയ്യാൻ നോക്കാറില്ല, ഞാൻ അത് മൊത്തം മാറ്റി കളഞ്ഞിട്ട് ബേസിക്കലി നമ്മൾ സാഹചര്യമാണ് എടുക്കുന്നത്. നമ്മൾ ഒരിക്കലും ഇമിറ്റേറ്റ് അല്ല ചെയ്യുന്നത്, സാഹചര്യം എടുക്കാം. ഞാൻ പറഞ്ഞുതരാം സിമിലർ എവിടെ നിന്നൊക്കെ കോപ്പി അടിക്കണമെന്ന്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഇപ്പോൾ ഈ ഷോട്ടിൽ എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുമ്പോൾ യൂട്യൂബ് എടുത്തിട്ട് ഇങ്ങനെ വാടാ. അജു കൂടുതൽ മീറ്ററാണ് പിടിക്കുന്നത്. അല്ല, അജു അങ്ങനെ മീറ്ററാണ് കറക്റ്റ് വേർഡ്. അജുവിന്റെ ഞാൻ ഇമിറ്റേഷൻ അല്ല, ഞാൻ അവരൊക്കെ പിടിച്ചൊരു പിടി പിടിച്ചെന്നേ പറഞ്ഞോളൂ. അജുവേട്ടൻ്റെ ഒരേ സീനിന്റെ 2 ടേക്കുകൾ തമ്മിൽ 2 പടത്തിലെ ടേക്ക് പോലെ നമുക്ക് ചില സമയത്ത് കാണാൻ പറ്റും. അതായത് ക്ലാരിറ്റി ഇല്ലാത്തോണ്ടാ ഏത് സീനാ ഇപ്പൊ അഭിനയിക്കണ്ടേ. എൻ്റെ അടുത്ത് ഒരാൾ രാഹുൽ റിജിതാര പറഞ്ഞേ, ചേട്ടാ ഒരു ഷോട്ടിന് ഒരു ആക്ടർക്ക് ഒരു ഇമോഷനേ ഉള്ളൂ കൊടുക്കാൻ. അപ്പം ഞാൻ ശരിയാ, ആക്ച്വലി അതെ അല്ലേ, നല്ല ധാരണ ഉണ്ടെങ്കിൽ ഒരെണ്ണുള്ളൂ. പക്ഷെ അത് ഏത് പടത്തിലെ മീറ്ററാന്ന് അങ്ങനെയല്ല. അതുകൊണ്ട്
ഒരുപാട് പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയമുണ്ട്. ഓക്കെ, അപ്പം അന്നേരം ഒരു സെറ്റിൽ നിന്ന് മറ്റേ സെറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് ക്യാരക്ടറിൻ്റെ സൈക്കിളിലോട്ടൊന്നും കയറാനുള്ള സമയമില്ലല്ലോ. അപ്പം ഈ മീറ്റർ മതിയോ, അപ്പം വേറെ സ്ഥലം തരാം, അങ്ങനെ 5 സാധനം ടപയെന്ന് വന്നത് എനിക്ക്. ഞാൻ പറഞ്ഞു നമുക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അജോട്ടൻ ജോയിൻ ചെയ്ത ആദ്യത്തെ ദിവസങ്ങളിൽ പുള്ളി ക്യാരക്ടറിലേക്ക് ഫുള്ളി ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഒരു ഫുൾ ക്യാരക്ടറിൽ ഇറങ്ങിയ ഡബിനാ. അല്ല കഥ കാണുന്നത് തമാശ പറഞ്ഞല്ല അല്ലേ, അല്ലാതെ പറയാൻ പറ്റുമോ? ഡബിനാണ് ഈ പരിപാടി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ പക്ഷെ ഇത് പെർഫോമൻസിൽ ഒരിടത്തും മനസ്സിലാവില്ല. ഡബ് ചെയ്യാൻ വരുമ്പോഴാണ് നമ്മൾ ഓ ഇതാണല്ലേ ഞാൻ ഈ കഥ ഇങ്ങനെ പോണെന്നൊക്കെ. KCF കഴിഞ്ഞ് വന്നിട്ട് അപ്പം ഞാൻ വായിച്ച പപ്പൻ ഭയങ്കര ലൈക്കബിൾ ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ ഇയാൾക്ക് ടോക്സിക് ട്രേറ്റ്സ് ഉണ്ടെങ്കിലും ഇയാളെ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ പുള്ളിക്കാരൻ KCF ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പോലീസൊക്കെ ആയിട്ട് വന്നല്ലോ. ഫീനിക്സ് നമ്മുടെ മുന്നേ ഫീനിക്സ് KCF കഴിഞ്ഞല്ലോ, അതെ അതെ കഴിഞ്ഞില്ലേ, അതൊക്കെ അല്ലേ. അപ്പം ഫീനിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പം മറ്റേ പുതിയ പാതയിലാണ് മറ്റേ. അപ്പം ഹ്യൂമർ സീരിയസ് സാധനങ്ങൾ ചെയ്തു. ഹ്യൂമർ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ ഒരു സീനെ കഴിയുമ്പോൾ ഇത് ഞാൻ വായിച്ചപ്പോൾ ഞാൻ കുറേ ചിരിച്ചതാ. അത് ഭയങ്കര ഗൗരവത്തിൽ എടാ അത് ഞാൻ ഇതാ പിടിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ അത് ചെയ്യരുത്. അപ്പം ഞാൻ വിഷുവിൻ്റെ അടുത്ത് വിചാരിച്ചു അല്ല അപ്പം അജുവേട്ടൻ പറയുന്നത് ഇനി അങ്ങനത്തെ മറ്റേ ഊള വിറ്റൊന്നും ചെയ്യാൻ. ഞാൻ പറഞ്ഞത് ഊള വിറ്റല്ലല്ലോ, ഇത് ഫണ്ണാണ്, അത് പിടിക്കണം. വെള്ളം ഒഴിക്കുന്നത് വെള്ളം ഒഴിക്കുന്നത് അജുവേട്ടൻ അങ്ങനെ ഞാൻ പറഞ്ഞു അജുവേട്ടൻ നമുക്ക് ഇതിലോട്ട് ഇറങ്ങണം. അങ്ങനെ ഇറക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പിന്നെ പടം ഇറക്കി കഴിഞ്ഞപ്പോഴും ഞാൻ ബാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പോവാ, അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. എവിടെ പോവാ, കളരിക്ക് പുറത്തായി. ആദ്യം വിഷ്ണുവും ഞാനും കൂടെ വളരെ സട്ടിലായിട്ട് ചെയ്യാൻ പഠിച്ചു. അളിയെ വന്ന് ഇളക്കി വിട്ടു. നീരജും പിന്നെ നീരജ് വന്നിട്ട് പറഞ്ഞു ലവകുശ ചെയ്യുമ്പോൾ ചെയ്യിപ്പിക്കുന്നവൻ ഇങ്ങനെ കൂട്ടിച്ചു. പിന്നെയാ പിന്നെ ഞാൻ പോയിട്ട് എന്ത് പറയും, പുറത്തിട്ട് ഇനി തിരിച്ചു ഞാൻ ഇത് വേണ്ടാന്ന് പറയാനും പറ്റില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടാണല്ലോ. അപ്പം പറഞ്ഞല്ല അജുവേട്ട ഇത് ഇത്ര വേണോ. ഒരു സീനില് അജു ഒരു സാധനം ഭയങ്കര ഓവർ ലൗഡായിട്ടൊരു സാധനം പറഞ്ഞു. ഇതിപ്പോൾ എങ്ങനെ നോ പറയുന്ന ആലോചിച്ചുകൊണ്ടിരുന്ന നമ്മൾ അസോസിയേറ്റ് ചിരി, അത് പിൻ ഡ്രോപ്പ് സൈലൻസിൽ വിനോദം നിന്ന് ചിരി 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 ചിരി. അപ്പം ഞാൻ പെട്ട്, അപ്പം ഞാൻ നിർത്തി ഒന്നുകൂടെ പറയുമ്പോൾ വിനോദ് ബാക്കി ചിരി. വിനോദ് ഈ ചിരി ഉൾക്കൊണ്ടിട്ട് ചിരി നിർത്താൻ വയ്യ. അപ്പോൾ അജു ഓക്കെ ഇത് സംഭവം സെറ്റ്. പിന്നെ ഞാൻ പുറകെ പോയി സംഭവം നമുക്ക് ഇത്രയും കയറണ്ട, നമുക്കൊന്ന് താക്കാം. അതായത് വിഷ്ണുവിന് പകരം വിനോദ് ഗംഗ. വിനോദിൻ്റെ വിഷ്ണുവിൻ്റെ അസോസിയേറ്റിൻ്റെ താല്പര്യങ്ങൾ സിനിമകളെല്ലാം വൻ ലൗഡ് സിനിമ. ഈ സാധനം കിടന്ന് അപ്പൊ ഡയറക്ടർ ഇങ്ങനെ എന്റെ പടങ്ങിലല്ല ഞാനത് നോ പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ വിനോദിന്റെ ചിരി ഭയങ്കര ചിരിയാണ്, നല്ല രസമുള്ള ചിരി. അപ്പോൾ നാച്ചുറലി ഒരു ഡയറക്ടർക്ക് പെട്ടെന്ന് ആക്ടറിനോട് ഇത് സ്വന്തം ടീം ചിരിക്കുകയും ചെയ്യുന്നു. പിന്നെ വിഷ്ണുവിന് വരണം, ഗംഗയ്ക്ക് വരണം, എനിക്ക് വരണം. എന്നിട്ട് നിങ്ങൾ എല്ലാവരും അവസാനം തീരുമാനിച്ചോ? അത് ഇവര് പഠിപ്പിച്ചതാ. ഒരു സീൻ 5 മീറ്ററിൽ ഞാൻ കരഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി അത് കലക്കി. LUC കാണാൻ മറക്കണ്ട. ഇറ്റ് ഈസ് എ ഹിലേറിയസ് വൺ. ഇതുപോലെ തന്നെ അവിടെ കാണാം. സോ താങ്ക്സ് എ ലോട്ട് ആൻഡ് ഇറ്റ് വാസ് ആബ്സല്യൂട്ട് ഫൺ. അജു നമുക്ക് പിന്നെ കാണാം. I am കെട്ടിയിട്ടിട്ട് അറിയാം.